Hi, good evening. Welcome to the KEAM Express. നമ്മൾ പുതിയൊരു ലൈവും കൂടെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അറിഞ്ഞു നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഫിസിക്സ് നമ്മൾ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കെമിസ്ട്രിയുടെ നമ്മൾ ഫുൾ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു പരിധി വരെ നിങ്ങൾ ടോപ്പിക്കൊക്കെ പഠിച്ച് കഴിഞ്ഞതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും ആൻസർ ചെയ്യാനും സാധിക്കും. എന്തായാലും ഇനിയുള്ള സമയങ്ങളിൽ മാക്സിമം നിങ്ങൾ എന്നോട് കൂടെ കമൻറ്റുകളൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്ത് ആൻസറുകളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വളരെ ലൈവായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ശ്രമിക്കുക. തിയറി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഇനി ഞാൻ തിയറി പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇനിയുള്ള ടൈമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഉണ്ടാകണം. പരമാവധി പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറുകൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് ആക്റ്റീവായിട്ട് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ കീം എക്സ്പ്രസ് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. വളരെ വിജയകരമായിട്ട് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സീരീസ് ആയിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ വർഷം കൊണ്ടുപോകുന്നത്. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന കീം എക്സാമിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് നമ്മളിവിടെ ഡിസ്കഷൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മജോറിറ്റി അധികം ക്വസ്റ്റ്യൻസും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മളിവിടെ ഇന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സീരീസാണ് ഈ കീം എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺ വിൽ ഹാവ് ദ സ്മോളസ്റ്റ് ഇൻ സൈസ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺ വിൽ ബി ദ സ്മോളസ്റ്റ് ഇൻ സൈസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഓപ്ഷൻ Na+ ഉണ്ട്, Mg2+ ഉണ്ട്, F- ഉണ്ട്, ഓക്സിജൻ റൈസ് ടു 2- ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന 4 പേരുടെയും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദേ ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. എന്താണ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? സെയിം നമ്പർ ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസിന് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ സ്ട്രെങ്ത് കൂടും തോറും അവരുടെ സൈസ് കുറയുകയും നെഗറ്റീവ് ചാർജിൻ്റെ സ്ട്രെങ്ത് കൂടും തോറും അവരുടെ സൈസ് കൂടുകയും ചെയ്യും. ഇത്രയും കാര്യം അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒത്തിരിയേറെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നതിൽ Na+ ഉണ്ട്, Mg2+ ഉണ്ട്, F- ഉണ്ട്, ഓക്സിജൻ റൈസ് ടു 2- ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് Mg2+ലാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. പോസിറ്റീവ് ചാർജിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയുകയും നെഗറ്റീവ് ചാർജിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടുകയും ചെയ്യും ഫോർ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? സെയിം നമ്പർ ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസിന് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. കമൻറ്റുകളൊക്കെ കറക്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സ്റ്റെബിലിറ്റി ഓഫ് ദ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഇൻ ദ സീക്വൻസ് എന്നാണ് ചോദ്യം. നമുക്കറിയാം പി ബ്ലോക്കിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എലമെൻസിന് 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ നമ്പറുകൾ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ കാണിക്കുമ്പോൾ നമുക്കറിയാം അവർ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ 2 യൂണിറ്റ് ലെസ് ആയിട്ടുള്ള മറ്റൊരു ഓക്സിഡേഷൻ നമ്പർ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതിനനുസരിച്ച് അവർ ലോവർ ഓക്സിഡേഷൻ നമ്പർ അഥവാ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് 2 യൂണിറ്റ് കുറവുള്ള ഓക്സിഡേഷൻ നമ്പർ കാണിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് കാരണം ഇനേർട്ട് പെയർ എഫക്റ്റാണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ 13th ഗ്രൂപ്പിലുള്ള എലമെൻസ് ആണ്. 13th ഗ്രൂപ്പിലെ എലമെൻസ് നമുക്കറിയാം അലുമിനിയം ഉണ്ട്, അതുപോലെ തന്നെ ഗാലിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്, താലിയം ഉണ്ട്. മേളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് അവർ +1 ഓക്സിഡേഷൻ നമ്പർ കാണിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് തരും. അതേസമയം ടോപ്പിൽ കിടക്കുന്ന എലമെൻറ്റ്സ് +3 ഓക്സിഡേഷൻ നമ്പറാണ് കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ +1 ഓക്സിഡേഷൻ നമ്പർ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന എലമെൻറ്റ് താലിയമാണ്, ദെൻ അത് ഇൻഡിയമാണ്, ദെൻ അത് ഗാലിയമാണ്, ഏറ്റവും മിനിമം അലുമിനിയത്തിൻ്റെ കേസിലായിരിക്കും. അപ്പോൾ താലിയം, അത് കഴിഞ്ഞാൽ ഇൻഡിയം, ദെൻ ഗാലിയം, ദെൻ അലുമിനിയം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ് അല്ലേ, പി ബ്ലോക്ക് സിലബസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രോപ്പർട്ടീസ് നമുക്കുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കോമ്പൗണ്ടുകളോ പ്രിപ്പറേഷൻസോ ഒന്നും ഇല്ല, പക്ഷേ അവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിച്ചേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് അതും കൂടെ നോർത്തിരിക്കുക. ഓക്കെ, യെസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി നെക്സ്റ്റ് വൺ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂറൈഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത ഫ്ലൂറൈഡ് ആരാണ്?
ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ NF5 ഉണ്ട്, PF5 ഉണ്ട്, ASF5 ഉണ്ട്, SBF5 ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ പി ബ്ലോക്കിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പീരീഡ് എലമെൻറ്റുകളുടെ മാക്സിമം കോവാലൻസി 4 ആണ്. അവർക്ക് 4ൽ കൂടുതൽ കോവാലൻസി കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ NF5 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്. NF5 നൈട്രജൻ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന മെമ്പറാണ് ഫസ്റ്റ് അല്ലേ, പി ബ്ലോക്കിൻ്റെ ഏറ്റവും ടോപ്പിലെ പീരീഡ് അല്ലേ. ആ പീരീഡിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എലമെൻസിൻ്റെ മാക്സിമം കോവാലൻസി 4 ആണ്. അവർക്ക് ഒരിക്കലും 5 എന്ന് പറയുന്ന കോവാലൻസി തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരിക, NF5. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ ആണ്. കാരണം NF5 ഫ്ലൂറിനാറ്റവുമായിട്ട് നൈട്രജന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ദാറ്റ്സ് വെരി ഗുഡ്. എല്ലാവർക്കും തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് എന്നാണ് ചോദ്യം. ആ ക്വസ്റ്റ്യനെ തന്നിരിക്കുന്നത് റെഡോൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡീകേ ഓഫ് റേഡിയം, അത് കറക്റ്റാണ്. രണ്ടാമത്തേത് ഹീലിയം ഈസ് ആൻ ഇനേർട്ട് ഗ്യാസ്, അതും കറക്റ്റ് തന്നെയാണ്, ഹീലിയം ഇനേർട്ട് ഗ്യാസ് ആണ്. അടുത്തത് സെനോൺ ഈസ് എ മോസ്റ്റ് റിയാക്റ്റീവ് എമംഗ് ദ റെയർ ഗ്യാസസ്, അതും കറക്റ്റ് തന്നെയാണ്. ഈ റെയർ ഗ്യാസ് അഥവാ നോബൽ ഗ്യാസുകളിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന ഒരു എലമെൻറ്റ് സെനോൺ ആണ്. അടുത്തത് തന്നിരിക്കുന്നത് മോസ്റ്റ് അബണ്ടൻറ്റ് റെയർ ഗ്യാസ് ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീലിയം, അത് തെറ്റാണ്, ആർഗൺ ആണ്. മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് വരുന്നത് ആർഗൺ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇൻകറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, യെസ്. ഇനി അടുത്ത ഇത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പി ബ്ലോക്ക് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തെ കൺസെപ്റ്റുകളായിട്ട് വന്നിരിക്കുന്നത്. പി ബ്ലോക്കിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ് എന്നൊരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയാണ്, മാച്ച് ദ മെറ്റൽ അയോൺ ഗിവൺ ഇൻ കോളം 1 വിത്ത് ദ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ അയോൺ ഗിവൺ ഇൻ ദ കോളം 2 ആൻഡ് അസൈൻ ദ കറക്റ്റ് കോഡ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ യൂണിറ്റിലാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ല, ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഫസ്റ്റ് കൊബാൾട്ട് 3+ ആണ്. കൊബാൾട്ട് 3+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d6 ആണ്. കൊബാൾട്ട് 3d7 4s2 ആണ്. കൊബാൾട്ട് 3+ ആകുമ്പോൾ 3d6 4s0 വരും. 3d6 4s0. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഇലക്ട്രോണെ ഫില്ല് ചെയ്ത് നോക്കുക. ഡി ഓർബിറ്റൽസിൽ 5 ഓർബിറ്റൽസ് ഇലക്ട്രോണെ ഫില്ല് ചെയ്താൽ 1 2 3 4 5 6 3d6 ആണ് വരിക. ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇവിടെ വന്നിരിക്കുന്നത് 4 ആണ് അല്ലേ. പെയർ ചെയ്യാത്ത ഇലക്ട്രോൺ 4 ആണ്. സോ എന്നിൻ്റെ വാല്യൂ 4 ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 4+2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √24 എന്ന് വരും. √24 വരുന്നത് ഫോർത്ത് 1 ആണ്. ഇപ്പോൾ ഫസ്റ്റ് 1ന് മാച്ച് ആകുന്നത് ഫോർത്ത് 1 ആണ്. ഫോർത്ത് 1. ഇനി ക്രോമിയം 3+ ആണ് സെക്കൻഡ് 1 തന്നിരിക്കുന്നത്. ക്രോമിയം 3+ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d3 ആണ്. ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1 ആണ്. അങ്ങനെയെങ്കിൽ ക്രോമിയം 3+ 3d3 ആണ്. ഡി ഓർബിറ്റലിൽ നമ്മൾ ഇലക്ട്രോണെ ഫില്ല് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 1 2 3 3 ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോണും 3 തന്നെയാണ്. മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു 3+2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √15. ഇവിടെ തന്നിരിക്കുന്നില്ല, റൈറ്റ് കോളത്തിൽ √15 ഫിഫ്ത്ത് 1 ആണ്. അപ്പോൾ സെക്കൻഡ് 1ന് മാച്ച് ആകുന്നത് ഫിഫ്ത്ത് 1 ആണ്. നെക്സ്റ്റ് 1 Fe3+ ആണ്. Fe3+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d5 ആണ്. കാരണം Feയുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 4s2 ആണ്. അങ്ങനെയെങ്കിൽ Fe3+ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3d5 4s0 വരും. 3d5 ആണ്. ഡി ഓർബിറ്റൽ നമ്മൾ ഇലക്ട്രോണെ ഫിൽ ചെയ്താൽ ഡിക്കകത്ത് 5 ഓർബിറ്റൽസ് 1 2 3 4 5. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 5 തന്നെ. സോ എന്നിൻ്റെ വാല്യൂ 5 ആണ്. സോ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇൻറ്റു 5+2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √35 വരും. √35 എന്ന് പറയുന്നത് സെക്കൻഡ് 1 ആണ്. അപ്പോൾ Fe3+ സെക്കൻഡ് 1 ആണ് മാച്ച് ആവുക. സോറി, അടുത്തതും Fe3+ തന്നെയാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ അകത്തും നമുക്ക് വരുന്നത് ഏത് തന്നെയാണ്, √35 തന്നെയാണ്. Fe3+ 2 അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്തും സെക്കൻഡ് 1 തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് ഫസ്റ്റ് 1 4 വരും. ഫസ്റ്റ് 1 4, സെക്കൻഡ് 1 5. ഫസ്റ്റ് 1 4, സെക്കൻഡ് 1 5, തേർഡ് 1ഉം ഫോർത്ത് 1ഉം 2 2 ആണ് വരിക കേട്ടോ. 2 2 വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, യെസ്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, സ്പിൻ only മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പഠിച്ചു വെക്കുക. mu = square root of n × n+2 where n is the total number of unpaired electron. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. കൃത്യമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അൺപെയ്ഡ് ഇലക്ട്രോണെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അൺപെയ്ഡ് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ നേരെ mu = square root of n × n+2 നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട് വിൽ എക്സിബിറ്റ് സിസ് ട്രാൻസ് ജോമെട്രിക്കൽ ഐസോമെറിസം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോമെട്രിക്കൽ ഐസോമെറിസം, സിസ് ട്രാൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. സെയിം ടൈപ്പ് സ്പീഷ്യസുകൾ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വന്നാൽ അത് സിസ് ഐസോമറും, സെയിം ടൈപ്പ് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അത് ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കപ്പെടും. ഇനി സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ കോമ്പൗണ്ട് റിജിഡ് ആയിരിക്കണം. റിജിഡ് ആകാനുള്ള പോസിബിലിറ്റി അതിനുള്ളിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാവുക അല്ലെങ്കിൽ അത് റിംഗ് ആയി മാറുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും റിങ്ങിൻ്റെ പാർട്ടാണെങ്കിലും അത് റിജിഡ് ആയിരിക്കും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ എൻഡുകളിലുള്ള ഓരോ കാർബണിലേക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആയിരിക്കണം. ഒരു ഡബിൾ ബോണ്ടിൻ്റെ എൻഡിൽ കിടക്കുന്ന കാർബണിൻ്റെ ഓരോ കാർബണിൻ്റെയും 2 വാലൻസി ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. അതിൽ ഈച്ച് കാർബണിൻ്റെയും 2 വാലൻസിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആൾക്കാരായിരിക്കണം. ഈ കണ്ടീഷൻസ് ഒബേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സിസ് ട്രാൻസ് ഐസോമെറിസം കാണാൻ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് But2ene എന്നാണ് തന്നിരിക്കുന്നത്. But2ene എന്ന് പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH3. ആദ്യം തന്നെ ഇതിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ റിജിഡ് ആണ്, ഇതിനകത്ത് ഫ്രീ റൊട്ടേഷൻ നടക്കുകയില്ല, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡബിൾ ബോണ്ടിൻ്റെ എൻഡിൽ കിടക്കുന്ന കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 പേരും ഡിഫറൻ്റ് ആണോ? അതെ, ഒരെണ്ണം ഹൈഡ്രജനും മറ്റൊന്ന് CH3യും ഡിഫറൻ്റ് ആണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഹൈഡ്രജനും CH3യും ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ C ഡബിൾ ബോണ്ട് C, ഇവിടെ നമുക്ക് ഇതിലേക്ക് ഒരു ഹൈഡ്രജനും ഒരു CH3യും ഉണ്ട്. ഇവിടെ നമുക്ക് ഹൈഡ്രജനും ഇവിടെയും നമുക്ക് CH3 ഉണ്ട്. സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നിരിക്കുന്നു. ഇതിനെ നമുക്ക് സിസ് ഐസോമർ എന്ന് വിളിക്കാം. അതേ സ്ഥാനത്ത് C ഡബിൾ ബോണ്ട് C, ഇവിടെ നമുക്കൊരു ഹൈഡ്രജനും ഇവിടെ നമുക്ക് CH3യും കൊടുത്തിട്ട് ഇവിടെ നമുക്ക് CH3യും ഇവിടെ നമ്മൾ ഹൈഡ്രജനും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തും സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നിരിക്കുന്നു, ഇവിടെ സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ സിസ് ട്രാൻസ് ഐസോമെറിസം പോസിബിൾ ആണ്. 2-butene നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് 2-butenol. 2-butenol നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ? നോക്കിക്കേ 2-butenol എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 butenol. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 1 2 3 CH2OH ആണ് വരിക. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ C ഡബിൾ ബോണ്ട് C ഉണ്ട്. ഇത് But2enol അല്ലേ, 1 2 3 4. ഓക്കെ, തിരിച്ചിട്ടാലും നമ്പർ ഇട്ടാലും കുഴപ്പമില്ല, നമ്പറിംഗ് പൊസിഷൻ നോക്കണ്ട. But2enol ആണ് വരിക. കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു CH3 ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ളത് CH2OH. തീർച്ചയായിട്ടും CH2OH. ഇവിടെ സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ സെയിം സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C വരും. ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ നമ്മളൊരു CH3യും കൊടുക്കുക. ഇങ്ങോട്ടേക്ക് CH2OHും ഇവിടെ ഹൈഡ്രജനും കൊടുത്താൽ ഇവിടെയും സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ സെയിം സൈഡിലും സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലും വരുന്നുണ്ട്. അത് നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ഈ കീമിൽ ഇല്ലാത്തതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിക്കുന്ന സമയമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എയോ ഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ട്. But2enol ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. 2-butenol. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതാണ്. ഇതിൻ്റെ അകത്തും കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ ഹൈഡ്രജൻ 2 സെയിം സൈഡിൽ വന്നിരിക്കുന്നു, ഹൈഡ്രജൻ 2 ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. ഏതെങ്കിലും സെയിം ടൈപ്പ് ഗ്രൂപ്പുകൾ ഒരെണ്ണമെങ്കിലും സെയിം സൈഡിലും ഒരെണ്ണമെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സിസ് ട്രാൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അത് കറക്റ്റ് ആൻസറുകൾ എയും ഡിയും നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മോസ്റ്റ് സ്റ്റേബിൾ കാർബോ കാറ്റോൺ എമംഗ് ദ ഫോളോയിങ് ഈസ് എന്നാണ് ചോദ്യം. ഇനി തന്നിരിക്കുന്ന 4 കാർബോ കാറ്റയോൺസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ആരാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. മോസ്റ്റ് സ്റ്റേബിൾ കാർബോ ആണ് ഇവിടെ തന്നിരിക്കുന്നത് സെക്കൻഡറി കാർബോ കാറ്റയോൺ. ഇവിടെ തന്നിരിക്കുന്നതും സെക്കൻഡറി കാർബോ കാറ്റയോൺ തന്നെയാണ്. ഈ തന്നിരിക്കുന്നതും സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ്. ഈ തന്നിരിക്കുന്നത് ഒരു പ്രൈമറി കാർബോ കാറ്റയോൺ ആണ്. നമുക്കറിയാം പ്രൈമറി കാർബോ കാറ്റയോണേക്കാളും എന്തുകൊണ്ടും സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് 3 പേര് സെക്കൻഡറി കാർബോ കാറ്റയോൺസ് തന്നെയാണ്. സെക്കൻഡറി കാർബോ കാറ്റയോൺസിൻ്റെ സ്റ്റെബിലിറ്റി തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ നമുക്ക് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ എവിടെ ഉണ്ട് എന്ന് നോക്കിയാൽ മതി.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആകെ കൂടെ 3 ആൽഫ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, 3 ആൽഫ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ കാർബൺ പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ എങ്കിലും അതിൽ ഹൈഡ്രജൻ ഒന്നുമില്ല, 3 CH3 ഗ്രൂപ്പുകൾ ഡയറക്റ്റ്ലിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇങ്ങനെ CH3 ട്രൈസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഒരൊറ്റ ആൽഫ കാർബൺ മാത്രമേ ഉള്ളൂ. ആ ആൽഫ കാർബണിൽ ആകെ കൂടെ എത്ര ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ? only 1 ആൽഫ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ ഇതാണല്ലോ ആൽഫ കാർബൺ. ആൽഫ ഹൈഡ്രജനിലുള്ള ഇപ്പോൾ ആക്ച്വലി ഇവിടെ CH2 വരേണ്ടതാണ്, CH2 ആണ്. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ 2 ആൽഫ ഹൈഡ്രജൻ ആണ് വന്നിരിക്കുക. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ നമുക്കൊരു CH2, ഇതൊരു ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. 2 ഡിഫറെൻറ്റ് ആൽഫ കാർബൺ ഉണ്ട്. ടോട്ടൽ ആൽഫ കാർബണിലെ ഹൈഡ്രജൻ 4 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. ഇതിൻ്റെ അകത്ത് 3, ഇതിൻ്റെ അകത്ത് 2, ടോട്ടൽ 5 ആൽഫ ഹൈഡ്രജൻ വരും. ആൽഫ ഹൈഡ്രജൻ്റെ നമ്പർ മാക്സിമം ഉള്ള കേസിലാണ് സെക്കൻഡറി കാർബോകാറ്റോൺസിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാണുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി വരും. യെസ്, കറക്റ്റ്, ഓപ്ഷൻ സി. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ റെപ്രസെൻറ്റ് ദ ഓർഡർ ഓഫ് ഹൈബ്രിഡൈസേഷൻ sp2 sp2 sp sp sp2 sp2 sp sp. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാം സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 വരും. ഒരു കാർബണിലേക്ക് ഒരു ഡബിൾ ബോണ്ടും 2 സിംഗിൾ ബോണ്ടും അറ്റാച്ച് ചെയ്താൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 വരും. ഒരു കാർബണിലേക്ക് ഒരു ട്രിപ്പിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും അറ്റാച്ച് ചെയ്താലും 2 ഡബിൾ ബോണ്ടുകൾ സൈമൾട്ടേനിയസ്ലി അറ്റാച്ച് ചെയ്താലും എൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഒരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടും ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാണ്. ഫസ്റ്റ് sp2 വേണം. സെക്കൻഡ്, ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ആണ്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും sp2 തന്നെയാണ്. ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 സിംഗിൾ ബോണ്ട്, കാരണം ഒരെണ്ണം കാർബണിലേക്ക് ഒരെണ്ണം ഹൈഡ്രജനിലേക്കും എക്സ്പാൻഡ് ചെയ്ത് വരച്ചാൽ അതിൻ്റെയും ഒരു ഡബിൾ ബോണ്ടും ഉണ്ട് 2 സിംഗിൾ ബോണ്ടും ഉണ്ട്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ നോക്കിയാൽ ഒരു ഡബിൾ ബോണ്ടും 2 സിംഗിൾ ബോണ്ടും, ഇതും sp2 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ഹൈഡ്രജനിലേക്കുള്ള സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ട് ഈ ഒരു കാർബണിലേക്കുണ്ട്. സോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp2 ആണ്. ഈ കാർബൺ ഒരു ഡബിൾ ബോണ്ടും 2 സിംഗിൾ ബോണ്ടും, ഒരെണ്ണം ഹൈഡ്രജനിലേക്കും മറ്റൊന്ന് കാർബണിലേക്കും, അതും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ കാർബൺ ആകട്ടെ ഒരു ട്രിപ്പിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ആണ്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ് വരിക. ഈ കാർബണും അങ്ങനെ തന്നെയാണ്, ഒരു ട്രിപ്പിൾ ബോണ്ടും ഹൈഡ്രജനിലേക്ക് സിംഗിൾ ബോണ്ടും, അതിൻ്റെ ഹൈബ്രിഡൈസേഷനും sp ആണ് വരിക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റനിൽ ആവശ്യപ്പെട്ട അതേ ഓർഡർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, sp2 sp2 sp sp. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസീൻ റിയാക്ട് വിത്ത് CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ടു ഫോം. നമുക്കറിയാം ഇത് ഫ്രീഡൽ ക്രാറ്റ്സിൻ്റെ റിയാക്ഷനാണ് അല്ലേ. ഫ്രീഡൽ ക്രാറ്റ്സിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് നമുക്കറിയാം ബെൻസീൻ ഉണ്ട്, ഇതാണ് ബെൻസീൻ. ഇത് നമുക്ക് CH3Cl ആണ്. CH3Cl അൺഹൈഡ്രസ് AlCl3 ആണ്, അൺഹൈഡ്രസ് AlCl3. ബെൻസീൻ റിങ്ങിലേക്ക് ആൽക്കൈലേഷൻ ആണ് നടക്കുക, ഫ്രീഡൽ ക്രാറ്റ്സ് ആൽക്കൈലേഷൻ. ഇപ്പോൾ ഫ്രീഡൽ ക്രാറ്റ്സ് ആൽക്കൈലേഷൻ സംഭവിച്ചാൽ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൽ CH3Cl അൺഹൈഡ്രസ് AlCl3 ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടോളുവീൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ടോളുവീൻ. ഓക്കെ, ടോളുവീൻ. ഇതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഫ്രീഡൽ ക്രാറ്റ്സിൻ്റെ ആൽക്കൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വരും, ടോളുവീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓൺ ഓക്സിഡേഷൻ ഗീവ് എ കീറ്റോൺ എന്നാണ് ചോദ്യം. കീറ്റോൺ തരണം. ഇവിടെ തന്നിരിക്കുന്നത് പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്, സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട്, ടേർഷ്യറി ആൽക്കഹോൾ ഉണ്ട്, ഓൾ ഓഫ് ദിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് എന്ത് സംഭവിക്കുമ്പോഴാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓൺ ഓക്സിഡേഷൻ ഗീവ് എ കീറ്റോൺ എന്നാണ് ചോദിക്കുന്നത്. ഓക്സിഡേഷൻ നടന്നാൽ നമുക്ക് കീറ്റോൺ കിട്ടണം, അത് സെക്കൻഡറി ആൽക്കഹോളാണ്. Oxidation give a ketone, that is secondary alcohol. So the correct answer is option B വരും, secondary alcohol. Okay, yes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. Given below 2 statements. Statement 1, the halogen molecule of maximum bond length is I2. കറക്റ്റ് ആണ്, കാരണം നമുക്കറിയാം ഫ്ലൂറിന് ഏറ്റവും റേഡിയസ് കുറവുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ബോണ്ട് ലെങ്തും കുറവായിരിക്കും. ബ്രോമിന്, ക്ലോറിന് അതിനേക്കാളും ബോണ്ട് ലെങ്ത് ഉണ്ടാകും, അതുപോലെ തന്നെ ബ്രോമിന് അതിനേക്കാളും ബോണ്ട് ലെങ്ത് ഉണ്ടാകും. അയഡിൻ വരുന്ന സമയത്ത് ബോണ്ട് ലെങ്ത് എഗെയിൻ കൂടുതലായിരിക്കും.
അപ്പോൾ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്തും കൂടി വരും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 1, ദ ഹാലജൻ മോളിക്യൂൾ ഓഫ് മാക്സിമം ബോണ്ട് ലെങ്ത് ഈസ് I2. ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 വരുന്നത് ദ മോസ്റ്റ് റിയാക്റ്റീവ് ഹാലജൻ ഈസ് I2. നോ, മോസ്റ്റ് റിയാക്റ്റീവ് ഹാലജൻ ഈസ് ഫ്ലൂറിൻ ആണ്, F2 ആണ് വരിക. മോസ്റ്റ് റിയാക്റ്റീവ് ഹാലജൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയ ഹാലജൻസിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ഹാലജൻ എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് അങ്ങനെയല്ല. ദ മോസ്റ്റ് റിയാക്റ്റീവ് ഹാലജൻ ഈസ് I2 എന്നാണ് തന്നിരിക്കുക. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. Statement 1 is true, statement 1 is true, statement 2 is false. Statement 1 is correct, but statement 2 is incorrect. Statement 1 is correct, but statement 2 is incorrect. So the correct answer is option A. Yes. Next question. Which of the following solutions have a pH between 6 and 7? pH between 6 and 7 വേണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവർ അസിഡിക്കാണ്. ബിറ്റ്വീൻ 6 and 7 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 7 ആണല്ലോ. ലെസ് ദാൻ 7 ഉള്ള സ്പീഷീസുകളൊക്കെ അസിഡിക്കാണ്. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് NaOH ആണ്. NaOH എന്ന് പറയുന്ന ആൾ ബേസ് ആണെന്ന് നമുക്കറിയാം. കാരണം അതിന് H+ റിലീസ് ചെയ്യാൻ പറ്റില്ല, അതിന് OH- ആണ് റിലീസ് ചെയ്യാൻ പറ്റുക. OH- റിലീസ് ചെയ്യുന്ന ആൾക്കാർ ബേസ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും അതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് എബവ് 7 വന്നേ പറ്റൂ. ഓക്കെ, ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ബിയിലെ HCl ആണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആസിഡാണ്. അത് 2 × 10⁻⁻⁶ മോളാർ ആണ്. തീർച്ചയായിട്ടും അതിൻ്റെ pH വാല്യൂ ബിറ്റ്വീൻ 6 and 7 തന്നെ നമുക്ക് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ആയിട്ട് ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബി ആണ്. HCl ആണ്, ആസിഡാണ്, ലെസ് ദാൻ 7 pH വന്നേ പറ്റൂ. അടുത്തത് തന്നിരിക്കുന്നത് HCl ആണ്. 10⁻⁸ മോളാർ HCl ആണ്. അത്ര ആൾക്കാരുടെ കേസിൽ ഈ pH വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബിലോ 7 ആയിരിക്കും. അതായത് 10⁻⁻7 അതിലും കുറവോ ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ. 10⁻⁸ എന്ന് പറഞ്ഞാൽ 10⁻⁷ കുറവാണ്. അപ്പോൾ 10⁻⁻7 അതിലും കുറവാണ് കോൺസെൻട്രേഷൻ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആസിഡുകളുടെ pH വാല്യൂ ജസ്റ്റ് ബിലോ 7 ആയിരിക്കും. ജസ്റ്റ് ബിലോ 7. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതും 6, 7 ഇൻ ബിറ്റ്വീൻ വരും. അത് നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. അടുത്തത് തന്നിരിക്കുന്നത് NaOH തന്നെയാണ്, ബേസ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല, ചുമ്മാ സമയം കളയാനേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 10⁻⁻13 മോളാർ NaOH ആണ്. ജസ്റ്റ് എബവ് 7 ആണ് അതിൻ്റെ pH വാല്യൂ വരിക. ജസ്റ്റ് എബവ് 7 pH വാല്യൂ വരും. അത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം 6 and 7 ഇൻ ബിറ്റ്വീൻ വരുന്ന 2 പേര് ആസിഡ് ആയിട്ടുള്ളത് ഒന്ന് ബിയും സിയും ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആൻഡ് സി. ഓക്കെ, യെസ്. ഈ 10⁻⁸ മോളാർ HCl എങ്ങനെയാണ് 6, 7 വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. 10⁻⁸ മോളാർ HCl എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പോൾ അത് വെരി ഡൈല്യൂട്ടഡ് ആണ്. അത്തരം വെരി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ആസിഡുകളുടെ pH കണ്ടുപിടിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് H+ ആസിഡിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന H+നോടൊപ്പം അത് ഡൈല്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച വാട്ടറിൻ്റെ അകത്ത് H+ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, 10⁻⁸ മോളാർ എന്നൊക്കെ പറഞ്ഞാൽ വെരി ഡൈല്യൂട്ടഡ് ആണ്. വെരി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ആസിഡിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന H+ 10⁻⁸ പ്ലസ് അത് ഡൈല്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച വാട്ടറിൻ്റെ അകത്ത് H+, ന്യൂട്രൽ വാട്ടറിൻ്റെ അകത്ത് H+ 10⁻⁷ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നെറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ കിട്ടൂ. ആ നെറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഉപയോഗിച്ച് വേണം നമ്മൾ pH കണ്ടുപിടിക്കാൻ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a characteristics of covalent compound എന്നാണ് ചോദ്യം. കോവലൻ്റ് കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ്. തീർച്ചയായിട്ടും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോവലൻ്റ് കോമ്പൗണ്ട് എന്നാണ് ചോദ്യം. ലോ മെൽറ്റിംഗ് പോയിന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നോ ഡെഫിനിറ്റ് ജോമെട്രി, അങ്ങനല്ല. കോവലൻ്റ് കോമ്പൗണ്ടുകൾക്ക് ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ട്. കോവലൻ്റ് കോമ്പൗണ്ടുകൾക്ക് ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് നോ ഡെഫിനിറ്റ് ജോമെട്രി എന്നാണ്. സോ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ്, ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് വൺ, ഇൻസോലിബിൾ ഇൻ പോളാർ സോൾവെൻ്റ് കറക്റ്റ് ആണ്. ഇൻസോലിബിൾ ഇൻ പോളാർ സോൾവെൻ്റ് കറക്റ്റ് ആണ്. കോവലൻ്റ് കോമ്പൗണ്ട് ആണ്. പോളാർ സോൾവെൻറ്റിൽ സോലിബിൾ ആകില്ല, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത, സ്മോൾ ഡിഫറൻസ് ഇൻ ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റം. തീർച്ചയായിട്ടും ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവർ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതിനെ. സ്മോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റം ആണ് കോവലൻ്റ് ബോണ്ട് ഫോർമേഷന് കാരണമായിട്ട് മാറുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The crystal field splitting energy for octahedral delta O and tetrahedral delta T complex is related to.
ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഫോർ ഒക്ടാഹെഡ്ര ഡെൽറ്റ ഒ ആൻഡ് ഡെൽറ്റ ടി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഒ ആൻഡ് ഡെൽറ്റ ടി റിലേഷൻഷിപ്പ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ്റെ അകത്ത് ബോർഡിൽ കിടപ്പുണ്ട്, കാണുന്നുണ്ടോ? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1/2 ഡെൽറ്റ ഒ, ഡെൽറ്റ ഒ ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ ടി, ഡെൽറ്റ ഒ ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ടി. ആൻസർ ഏതാ? ആൻസർ ഏതാ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ ആണോ? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1/2 ഡെൽറ്റ ഒ ആണോ? ഡെൽറ്റ ഒ ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ ടി ആണോ? ഡെൽറ്റ ഒ ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ടി ആണോ? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ. യെസ്, കറക്റ്റ്. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് തന്നിരിക്കുന്ന റിലേഷൻഷിപ്പാണ്. ഡെൽറ്റ ഒ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുമാണ്. ആക്ച്വലി ഡെൽറ്റ ടി എന്ന് പറയുന്ന ടെട്രാഹെഡ്രയുടെ സ്പ്ലിറ്റിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ സ്പ്ലിറ്റിംഗ് ഡെൽറ്റ ഒ ഒക്ടാഹെഡ്രയിൽ കാണപ്പെടും. അതായത് ഒരു ഡെൽറ്റ ടിയോട് ഈക്വൽ ആകാൻ ഒരു ഡെൽറ്റ ഒയുടെ ആവശ്യം ഇല്ല. പോയിന്റ് ഡെൽറ്റ ഒ ഇത് 4/9 എന്ന് പറഞ്ഞാൽ സംതിങ് 0.9 വാല്യൂസ് അല്ലേ വരിക. പോയിന്റ് സംതിങ് വാല്യൂ ആണ്, അതിനല്ല 0.6 സംതിങ് വാല്യൂസ് ആണ് വരിക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടിയോട് ഈക്വൽ ആകാൻ പോയിന്റ് സംതിങ് ഡെൽറ്റ ഒയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ക്വസ്റ്റനിൽ ചോദിച്ചേക്കാം. മേ ബി പോസിബിൾ ആണ്. ഓക്കെ, പോസിബിലിറ്റി ഉണ്ട്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? മാസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഗിവൺ ഇൻ കോളം 1 വിത്ത് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഗിവൺ ഇൻ കോളം 2 ആൻഡ് അസൈൻ ദ കറക്റ്റ് കോഡ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സെൻട്രൽ മെറ്റൽ ആറ്റവും ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻസിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ക്ലോറോഫിൽ. ക്ലോറോഫിലിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. അപ്പോൾ എയ്ക്ക് മാസ് ആകുന്നത് 3 ആണ്. നെക്സ്റ്റ് ബ്ലഡ് പിഗ്മെൻറ്റ്. ബ്ലഡിൻ്റെ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ ബ്ലഡ് പിഗ്മെൻറ്റ് അതിനുള്ളിൽ പ്രസൻറ്റ് ഇരിക്കുന്ന ഹീമോഗ്ലോബിൻ, അതാണ് ബ്ലഡ് പിഗ്മെൻറ്റ്. ഹീമോഗ്ലോബിൻ്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് അയൺ ആണ്. സോ ബിക്ക് മാസ് ആകുന്നത് 4 ആണ്. ഇനി വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് RHPPH3 ട്രൈസ് Cl ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതാണ് ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീനി യൂസ് ചെയ്യുന്ന വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. അതിൻ്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് റോഡിയമാണ്. സിക്ക് മാസ് ആകുന്നത് 1 ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ B12 ആണ്. അത് സയനോ കൊബാളമീൻ ആണ്. കൊബാൾട്ട് 3+ ആണ്. സെൻട്രൽ ആറ്റം വരുന്നത് 2 ആണ്. അതിന് മാച്ച് ആവുക. അപ്പോൾ A3B4 C1 D2. ആൻസർ ഈസ് ഓപ്ഷൻ ബി. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി. കറക്റ്റ്. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആപ്ലിക്കേഷൻസിൽ തന്നിരിക്കുന്ന കുറച്ചധികം കോംപ്ലക്സുകളും അവരുടെ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് എക്സാമിന് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ദ കോംപ്ലക്സ് കോമ്പൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ ഫോർ ക്യാൻസർ കീമോതെറാപ്പി ഈസ്. കീമോതെറാപ്പി യൂസ് ചെയ്യുന്ന മെഡിസിൻ ഏതെന്നാണ് ചോദ്യം. കീമോതെറാപ്പി അല്ലേ, ക്യാൻസറിൻ്റെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന കോംപ്ലക്സ് മെഡിസിൻ ഏതെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. ആൻസർ ചെയ്തേ. സയനോ കബാളമീൻ ഉണ്ട്, അതുപോലെ തന്നെ ഡി പെൻസിലമീൻ ഉണ്ട്, സിസ്പ്ലാറ്റിൻ ഉണ്ട്, EDTA ഉണ്ട്. ഏതാണ് ആൻസർ? ക്യാൻസറിൻ്റെ മെഡിസിൻ ആരാണ്? സിസ്പ്ലാറ്റിൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് വരിക. സിസ്പ്ലാറ്റിൻ ആണ്. അത് PTNH3 ട്വൈസ് Cl2. യെസ്, PTNH3 ട്വൈസ് Cl2. ഇതാണ് സിസ്പ്ലാറ്റിൻ എന്നറിയപ്പെടുന്നയാൾ. സിസ്പ്ലാറ്റിൻ ക്യാൻസറിൻ്റെ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. What is the mass of a water formed when 1.6 gram of methane gas is completely burned in excess oxygen? ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്വസ്റ്റനൊക്കെ. അപ്പോൾ ഇതൊന്ന് ആൻസർ ചെയ്തേ, പെട്ടെന്ന് ആൻസർ ചെയ്തേ. What is the mass of water formed when 1.6 gram of methane gas is completely burned in excess of oxygen? വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ എഴുതി നോക്കാം. മീഥൈൻ എന്ന് പറയുന്നത് CH4 ആണ്. ഇത് ഓക്സിജൻ്റെ പ്രസൻസിലാണ് ബേൺ ചെയ്യുന്നത്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് കിട്ടും. ഹൈഡ്രോ കാർബൺസ് ബേൺ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 മോൾ ഓക്സിജനും കൊടുക്കുക, 2 മോൾ വാട്ടറും കൊടുക്കുക. ഇപ്പോൾ നിലവിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഈ അക്കോർഡിംഗ് ടു ദിസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 1 മോൾ ഓഫ് മീഥൈൻ വിൽ ഗീവ് 2 മോൾ ഓഫ് വാട്ടർ. 1 മോള് മീഥൈൻ എടുത്താൽ 2 മോള് വാട്ടർ കിട്ടും.
1 മോള് മീഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഗ്രാം ആണ്. 16 ഗ്രാം മീഥൈൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മോള് വാട്ടർ, 1 മോള് വാട്ടറിൻ്റെ വെയിറ്റ് എത്രയാണ്? 18 ഗ്രാം ആണ്. 2 പേരാകുമ്പോൾ അത് 36 ഗ്രാം വാട്ടർ നമുക്ക് കിട്ടും അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ ആണ്. 1 മോള് മീഥൈൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. 16 ഗ്രാം എടുത്താൽ 2 മോള് വാട്ടർ അഥവാ 1 മോള് വാട്ടറിൻ്റെ വെയിറ്റ് 18 ഗ്രാം ആണ്. 2 മോള് വാട്ടർ വരുമ്പോൾ 2 × 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഗ്രാം വാട്ടർ നമുക്ക് കിട്ടും. അതായത് 16 ഗ്രാം മീഥൈൻ ബേൺ ചെയ്താൽ 36 ഗ്രാം വാട്ടർ നമുക്ക് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞു അവിടെ ബേൺ ചെയ്യുന്ന 1.6 ഗ്രാം ഓഫ് മീഥൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1.6 ഗ്രാം മീഥൈൻ ബേൺ ചെയ്താൽ 3.6 ഗ്രാം വാട്ടർ കിട്ടും. ദാറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. അത് നമുക്കറിയാം 16 ഗ്രാമിൻ്റെ അത് 36 ഗ്രാം വാട്ടർ കിട്ടുമെങ്കിൽ 1.6 ഇവിടെ 1.6 ആയാൽ അവിടെ 3.6 ആകും. 3.6 ഗ്രാം വാട്ടർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. യെസ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷമാണോ ചോദിച്ചതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഇത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ കീം എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ 2024 ചോദിച്ചൊരു ക്വസ്റ്റനാണ്. 2024 ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചു. ഓക്കെ, യെസ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റൻ നമ്പർ 18 ആണ്. 10 ഗ്രാം ഓഫ് ആൽക്കഹോൾ ഈസ് ഡിസോൾഡ് ഇൻ 90 ഗ്രാം ഓഫ് വാട്ടർ. ദ പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ഇൻ ദ സൊല്യൂഷൻ ഈസ്. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ദാറ്റ് മീൻസ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, കാരണം ഇവിടെ മാസ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് W/W ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ആൽക്കഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇതാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ? ദാറ്റ്സ് വെരി സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ ആൽക്കഹോൾ 10 ഗ്രാം ഓഫ് ആൽക്കഹോൾ ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ്റെ അകത്ത് സൊല്യൂട്ടും ഉണ്ട് സോൾവെൻറ്റും ഉണ്ട്. 2 പേരുടെയും കൂടെ മാസ് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കിട്ടൂ. അങ്ങനെയെങ്കിൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് 10 ഗ്രാം, 90 ഗ്രാം മാസ് ഓഫ് ദ സോൾവെൻറ്റ് വാട്ടർ. ഓക്കെ, ഇൻറ്റു 100 കൂടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10/100 ഇൻറ്റു 100 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടും. 10% മാസ് പെർസെൻറ്റേജ് 10% എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ്, ഓക്കെ, യെസ്, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of angular and radial nodes present in 4D orbitals are respectively. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്പർ ഓഫ് ആംഗുലാർ നോഡ് ആൻഡ് റേഡിയൽ നോഡ്. അപ്പോൾ ആംഗുലാർ നോഡ് കണ്ടുപിടിക്കുക. നമുക്ക് ആംഗുലാർ ആൻഡ് റേഡിയലാണ് വേണ്ടത്. ആംഗുലാർ നോഡ് നമ്പർ ഓഫ് ആംഗുലാർ നോഡ് that is equal to the azimuthal quantum number. Number of radial node കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-l-1. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് 4D ഓർബിറ്റൽസ് ആണ്. 4D ഓർബിറ്റൽസിനെ സംബന്ധിച്ച് n വാല്യൂ 4 ആണ്. L വാല്യൂ നമുക്കറിയാം എസിൻ്റേത് 0 ആണ്, പിയുടേത് 1 ആണ്, ഡിയുടേത് 2 ആണ്. ഇത് 4D ആണ്. സോ L വാല്യൂ 2 ആണ് വരിക. ഇനി ജസ്റ്റ് ഇതിൻ്റെ വാല്യൂസ് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആംഗുലാർ നോഡ് എൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ദാറ്റ് ഈസ് 2. ഓക്കെ, ഇനി നമ്പർ ഓഫ് റേഡിയൽ നോഡ് n-l-1 ആണ്. n വാല്യൂ 4 ആണ്, L വാല്യൂ 2 ആണ്, -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ആംഗുലാർ നോഡ് 2, അതുപോലെ തന്നെ റേഡിയൽ നോഡ് 1. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ്, ഇതൊക്കെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, സോ എത്രയോ സിമ്പിളാണ് അല്ലേ? കീം വളരെ സിമ്പിളായിട്ടുള്ള എക്സാമാണ് കെമിസ്ട്രിയെ സംബന്ധിച്ച് കേട്ടോ. ബാക്കി എനിക്കറിയില്ല. കെമിസ്ട്രിയെ സംബന്ധിച്ച് എന്തായാലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, അതിൻ്റെ സിലബസുകൾ പഠിക്കുക. സിലബസ് അനുസരിച്ച് കണ്ടൻറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് എക്സാമിന് പോകുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നടക്കാൻ പോകുന്ന എക്സാമും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് പോസിബിൾ എന്നാണ് ചോദ്യം. ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. എന്നിൻ്റെ വാല്യൂ 3 തീർച്ചയായിട്ടും പോസിബിൾ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ നമുക്ക് 1, 2, 3, 4, 5 ഏത് വേണമെങ്കിലും പോസിബിൾ ആണ്. n വാല്യൂ 3 പോസിബിൾ ആണ്.
ഓക്കെ, ഇനി എൽ വാല്യൂ 2 വരാമോ? തീർച്ചയായിട്ടും. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to n-1 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എല്ലിൽ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ n വാല്യൂ 3 ആയതുകൊണ്ട് എല്ലിൻ്റെ വാല്യൂ 0 വരാം, 1 വരാം, 2 വരാം. അഥവാ 3 - 1 2 വരെയുള്ള വാല്യൂസ് 0 മുതലുള്ള വാല്യൂസ് പോസിബിൾ ആണ്, അത് പോസിബിൾ ആണ്. ഇനി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L തൊട്ട് +L വരെയാണ്, ഇൻക്ലൂഡിങ് 0. -L to +L ഇൻക്ലൂഡിങ് 0. ഇവിടെ എൽ വാല്യൂ 2 ആണ്. എൽ വാല്യൂ 2 ആണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള എം വാല്യൂ എന്ന് പറയുന്നത് -2 വരാം, -1 വരാം, 0 വരാം, +1 വരാം, +2 വരാം. ഈ പറഞ്ഞ -4 പോസിബിൾ അല്ല. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വരാം. എൻ വാല്യൂ 2 വരുന്നതിൽ തെറ്റൊന്നുമില്ല. എൽ വാല്യൂ 2 വരാൻ പറ്റില്ല. 0 to n-1 വരെ വരാൻ പറ്റൂ. അഥവാ 2 - 1 1, 0യും 1 മാത്രമേ വരാൻ പറ്റൂ, അത് പോസിബിൾ അല്ല. അടുത്ത എൻ വാല്യൂ 2 വരുന്നതിൽ തെറ്റൊന്നുമില്ല. എൽ വാല്യൂന് 2 വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. 0 to n-1 വരെ, അഥവാ ഇവിടെ എൻ വാല്യൂ 2 ആയതുകൊണ്ട് 0യും 1ഉം മാത്രമേ വരാൻ പറ്റൂ. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്നിൻ്റെ വാല്യൂ 3 തീർച്ചയായിട്ടും പോസിബിൾ ആണ്. എൽ വാല്യൂ 2 വരാം, 0 വരാം, 1 വരാം, 2 വരാം, അത് പോസിബിൾ ആണ്. എമ്മിൻ്റെ വാല്യൂ -L തൊട്ട് +L വരെ പോസിബിൾ ആണ്. -2, -1, 0, +1, +2 ഏതും പോസിബിൾ ആണ്. ഓക്കെ, -2 പോസിബിൾ ആണ്. ഇനി എസ് അഥവാ സ്പിൻ ക്വാണ്ടം നമ്പർ +12 -12 ഇതിലേതെങ്കിലും പോസിബിൾ ആണ്. തീർച്ചയായിട്ടും ഹാഫ് പോസിബിൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം പോസിബിൾ ആയിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇവിടെ എൻ വാല്യൂ 3 വരുന്നതിൽ തെറ്റില്ല, പക്ഷേ എൽ വാല്യൂന് 3 വരാൻ പറ്റില്ല. ഓക്കെ, 0 to n-1 വരെ വരാൻ പറ്റൂ. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 3 - 1 2 വരെയുള്ള വാല്യൂ 0 തൊട്ട് 0, 1, 2 വരെ മാത്രമേ വരാൻ പറ്റൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാണ്ടം നമ്പർ വിച്ച് ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് ദ സബ്ഷെൽ ഈസ്. ഷേപ്പ് ഓഫ് ദ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽസ് ആണോ, പി ആണോ, ഡി ആണോ, എഫ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏത് ക്വാണ്ടം നമ്പറാണ്? അസിമിത്വൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ല, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ല, അസിമിത്വൽ ക്വാണ്ടം നമ്പർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Okay, the quantum number which determines the shape of a subshell is azimuthal quantum number. So the correct answer is option C, azimuthal quantum number. Okay, yes. Next, which of the following pair exhibited diagonal relationship? ഓക്കെ, ഡയഗണൽ റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഞാൻ പീരിയോഡിക് ടേബിൾ കാണിച്ചു തരാം. ഇതാണ് പീരിയോഡിക് ടേബിൾ. ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നത് നമ്മുടെ തേർഡ് പീരീഡിലെയും അതിന് ഡയഗണലി കിടക്കുന്ന സെക്കൻഡ് പീരീഡിലെയും അതിന് ഡയഗണലി കിടക്കുന്ന തേർഡ് പീരീഡിലെയും എലമെൻസിൻ്റെ തമ്മിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അവരുടെ സൈസിലും പ്രോപ്പർട്ടീസിലും ഒക്കെ സിമിലാരിറ്റി കാണുന്നുണ്ട്. അഥവാ ലിഥിയവും മഗ്നീഷ്യവും ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കും. ബെർലിയവും അലുമിനിയം അതിൻ്റെ ഡയഗണലി കിടക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന തേർഡ് പീരീഡിലേത് അലുമിനിയം ആണ്. അതുപോലെ ബോറോണും സിലിക്കണും ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കും. ലിഥിയം, മഗ്നീഷ്യം, ബെർലിയം, അലുമിനിയം ആൻഡ് ബോറോൺ ആൻഡ് സിലിക്കൺ. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ഏതൊക്കെയാണ് ഓപ്ഷൻസിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? Which of the following pair exhibit a diagonal relationship ആണ്? lithium magnesium. So the correct answer is option A, lithium and magnesium. lithium sodium പറ്റില്ല, magnesium aluminum അല്ല, boron phosphorus അല്ല, carbon chlorine അല്ല. So the correct answer is option A, lithium and magnesium. Okay, yes. Next, strong intramolecular hydrogen bond is present in. intramolecular ആണ്, intramolecular, that means within the molecule ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ടർ അല്ല, പിന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അല്ല, ഓർത്തോ ക്രിസോൾ അല്ല, ഓർത്തോ നൈട്രോഫിനോൾ. യെസ്, ഓർത്തോ നൈട്രോഫിനോൾ. അതിന് കാരണം നമുക്കറിയാം, ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഇതാണ് NO2 ഗ്രൂപ്പ്. ഇതിനെ NO2 ഗ്രൂപ്പിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, NO2 ഗ്രൂപ്പ്. ഓർത്തോ നൈട്രോഫിനോൾ. ഓക്കെ, ഇനി തിരിച്ചെഴുതണോ? തിരിച്ചെഴുതിയേക്കാം, എന്നാൽ കുഴപ്പമില്ലല്ലോ. ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയുമ്പോൾ ഇത് OH ഫിനോളാണ്. അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ NO2 ഓർത്തോ ഗ്രൂപ്പ്. ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ബോണ്ട് പോസിബിൾ ആണ്. ഓർത്തോ നൈട്രോ ഫിനോളിൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും, ഓർത്തോ നൈട്രോ ഫിനോൾ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഓർത്തോ നൈട്രോ ഫിനോൾ വിത്തിൻ ദ മോളിക്കുലാർ, ഇൻട്രാമോളിക്കുലാർ ആണ്. ഓക്കെ, വിത്തിൻ ദ മോളിക്കുലാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ? സ്ക്വയർ പ്ലെയിനാർ ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ടാകണം. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ടെങ്കിൽ
സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ നമുക്ക് ഇൻട്രാമോളിക്കുലാർ കഴിഞ്ഞ ക്വസ്റ്റനാണ്. സോറി, അതല്ല, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. സ്ക്വയർ പ്ലെയിനാർ ഉണ്ടാകാനുള്ള കണ്ടീഷൻ 4 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ ആണ്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ NH4+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നൈട്രജനെ സംബന്ധിച്ച് വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ്. ഇതിൻ്റെ അകത്ത് ഒരു എണ്ണം പോയി, അപ്പോഴാണ് അതിന് പോസിറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്നത്. ഇനി 4 ഹൈഡ്രജൻ ആറ്റം ഇതുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് 4 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. ഇത് ടെട്രാഹൈഡ്രലാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെനോൺ ആണ്. സെനോണെ സംബന്ധിച്ച് അതിൻ്റെ 8 ആണ് വാലൻസ് ഇലക്ട്രോൺസ് വരിക. 1 2 3 4 5 6 7 8. ഇതിനകത്ത് 4 ഫ്ലൂറിൻ ആറ്റംസ് ഓരോ ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും പ്രസൻറ്റ് ഇരിക്കുന്നു. ഇത് 2 ലോൺ പെയർ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 ലോൺ പെയറും അതുപോലെ തന്നെ 4 ബോണ്ട് പെയേഴ്സും പ്രസൻറ്റ് ഇരിക്കുന്നു. 4 ബോണ്ട് പെയേഴ്സ് ആൻഡ് 2 ലോൺ പെയേഴ്സ് പ്രസൻറ്റ് ഇരിക്കുന്ന XCF4ലാണ്. സോ ദാറ്റ് വൺ ഈസ് ദ സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 25. Which of the following are the conditions for reaction spontaneous at all temperature? സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ നമുക്കറിയാം ΔGയുടെ വാല്യൂ നെഗറ്റീവ് ആകണം. ΔGയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും. ΔG ദാറ്റ് ഈസ് ഈക്വൽ ടു ΔH മൈനസ് T∆S ആണ്. ΔGയുടെ വാല്യൂ നെഗറ്റീവ് ആകണമെങ്കിൽ ΔHൻ്റെ വാല്യൂ ലെസ് ദാൻ 0 വരണം. അതുപോലെ തന്നെ ΔSൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരണം. കാരണം ഓൾറെഡി നെഗറ്റീവ് ആണ്. ഇവിടെ കൂടെ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പോസിറ്റീവായി പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, അത് നെഗറ്റീവായിട്ട് തന്നെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തോളും. അതുകൊണ്ട് തന്നെ ഈ സ്പോണ്ടേനിയസ് ആകാനുള്ള കണ്ടീഷൻ ΔGയുടെ വാല്യൂ നെഗറ്റീവ് ആകുക എന്നതാണ്. ΔGയുടെ വാല്യൂ നെഗറ്റീവ് ആകാൻ ΔH ലെസ് ദാൻ 0യും ΔS ഗ്രേറ്റർ ദാനും 0യും ആവുക എന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കണ്ടീഷൻസ് ഫോർ റിയാക്ഷൻ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്നാണ്. എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ ΔH ലെസ് ദാൻ 0 ആൻഡ് ΔS ഗ്രേറ്റർ ദാൻ 0. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ΔH ലെസ് ദാൻ 0, ΔS ഗ്രേറ്റർ ദാൻ 0. Okay, yes. Next, in a process 600 joule of heat is absorbed by a system and 375 joule of work is done by the system. The change in internal energy of the process is. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ΔU that is equal to Q plus W. ഇതിനകത്ത് in a process 600 joule of heat is absorbed by the system. So Q that is equal to 600 joule. And 375 joule of work is done by the system ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ് വരും. -375 വരും. -375 ജൂൾ. 600 ജൂൾ അബ്സോർബ് ചെയ്തു, 375 വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്, വർക്ക് ഡൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ΔUവിൻ്റെ വാല്യൂ വരുന്നത് ΔU ദാറ്റ് ഈസ് ഈക്വൽ ടു 600 മൈനസ് 375 നമ്മൾ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 225 എന്ന് വരും. 225. So the correct answer is option number E, 225. കിട്ടിയോ? യെസ്. ഇതൊക്കെ തെർമോഡൈനാമിക്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വിലിബ്രിയ KP ഈക്വൽ ടു KC എന്നാണ് ചോദ്യം. KP KC തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാമല്ലോ. KP that is equal to KC into RT raised to delta NG. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഈ KP ഈക്വൽ ടു KC ആകണമെങ്കിൽ ഈ ടേം മൊത്തത്തിൽ അവിടുന്ന് മാറണം. ഈ ടേം മൊത്തത്തിൽ അവിടുന്ന് മാറണമെങ്കിൽ ΔNGയുടെ വാല്യൂ 0 വന്നാൽ മതി. ΔNG ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു 0 എന്ന് വരും. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 ദാറ്റ്സ് ഈക്വൽ ടു 1. ദ ഫൈനൽ റിസൾട്ട് KP ഈക്വൽ ടു KC എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ΔNG ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താണ് ഈ ΔNG? ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇപ്പോൾ ΔNG ഒന്നാമത്തെ ഓപ്ഷൻ്റെ ΔNG ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റെ 3 + 1 4 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2. പറ്റില്ല. സെക്കൻഡ് ഓപ്ഷൻ്റെ കേസിൽ ΔNG നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റെ 2 + 1 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. പറ്റില്ല. അടുത്ത ഓപ്ഷൻ സിയിലേക്ക് വരാം.
the A, B, C. Okay, first one A, next B, next C. Number of moles delta Ng, that is equal to number of moles of gaseous product 2 minus number of moles of gaseous reactant 1. Answer 1. അതും പറ്റില്ല, ഡെൽറ്റ Ng 0 ആയേ പറ്റും. അടുത്തത് ഡിയിലേക്ക് വരാം. ഡി ഓപ്ഷൻ ഡെൽറ്റ Ng that is equal to number of moles of gaseous product 1 plus 1 2 minus number of moles of gaseous reactant 1 that is equal to 1 എന്ന് കിട്ടും. അടുത്തത് ഇ ആണ്. ഇ വരുന്ന സമയത്ത് ഡെൽറ്റ Ng that is equal to number of moles of gaseous product 2 minus number of moles of gaseous reactant 2 തന്നെ. So that is equal to 0. ഡെൽറ്റ Ngയുടെ വാല്യൂ 0 വന്നെങ്കിൽ മാത്രമേ Kp equal to Kc കിട്ടുകയുള്ളൂ. So the correct answer is option E. Okay? Yes. Next question. എന്താണ് question? PCl5, PCl3 and Cl2 are at equilibrium at 500 Kelvin. The equilibrium concentration of PCl3, Cl2 and PCl5 are respectively 4 molar, 4 molar and 2 molar. Calculate Kc for the reaction. Equilibrium constant കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇവർ തമ്മിലുള്ള റിയാക്ഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. PCl5, PCl3 ആൻഡ് Cl2 ആർ അറ്റ് ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് PCl5 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് PCl3 പ്ലസ് Cl2. യെസ്, according to this reaction PCl5, PCl3 and Cl2 are at in equilibrium. According to this equilibrium reaction, the equilibrium constant Kc is equal to concentration of PCl3 into concentration of Cl2 all divided by concentration of PCl5. Okay, concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. Just to value substitute ചെയ്യാം. ഇക്വിലിബ്രിയത്തിലെ ഇത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഓഫ് PCl3 തന്നിരിക്കുന്നത് 4 ഇൻറ്റു Cl2ൻ്റെ തന്നിരിക്കുന്നത് 4 ഓൾ ഡിവൈഡഡ് ബൈ PCl5 തന്നിരിക്കുന്നത് 2. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 8 മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 8 മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ്. ഓക്കെ, കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നുണ്ടോ? യെസ്, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കമൻറ്റ് വായിക്കാൻ പോകാത്തത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ഉള്ള സമയത്ത് എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അവസാന സ്റ്റെപ്പിലാണല്ലോ. അപ്പോൾ നമ്മൾ ഇനിയും തിയറി പറഞ്ഞുകൊണ്ടും ഇനി കമൻറ്റ് വായിച്ചുകൊണ്ടും ഇരിക്കാനുള്ളൊരു ടൈമില്ല. നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് വായിക്കാത്തത്. ദയവേത് നിങ്ങൾ കമൻറ്റുകളൊക്കെ ചെയ്ത് ആൻസറുകൾ അറിയിക്കണം കേട്ടോ. യെസ്, ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവേ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? The value of Kc for the equilibrium reaction 2NO2 is in equilibrium with N2O4 is 2 into 10 raised to minus 40 mole per mole raised to minus 1 decimeter cube at 298 Kelvin. If the equilibrium concentration of NO2 is 2 into 10 raised to minus 2 molar, the concentration of N2O4 is എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇക്വിലിബ്രിയം 2NO2 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് N2O4 എന്നാണ്. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ദ Kc ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് N2O4 ഓൾ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO2ൻ്റെ സ്ക്വയർ വരും. NO2ൻ്റെ സ്ക്വയർ വരും. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് NO2 തന്നിട്ടുണ്ട്. ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് N2O4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് N2O4നെ നമ്മൾ ഇവിടെ നിർത്തുന്നു. ഈ ടൈപ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് N2O4 ദാറ്റ് ഈസ് ഈക്വൽ ടു Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2ൻ്റെ സ്ക്വയർ വരും. നമുക്ക് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദ കോൺസെൻട്രേഷൻ ഓഫ് N2O4 ദാറ്റ് ഈസ് ഈക്വൽ ടു Kc വാല്യൂ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? ദ Kc വാല്യൂ 2 into 10 raised to minus 40 2 into 10 raised to minus 40 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2 ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. NO2 2 into 10 raised to minus 2 into 10 raised to minus 2 അതിൻ്റെ സ്ക്വയർ വരും. കാരണം NO2ൻ്റെ സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയും സ്ക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. കോൺസെൻട്രേഷൻ ഓഫ് N2O4 ദാറ്റ് ഈസ് ഈക്വൽ ടു
2 into 10 raised to minus 40 into 4 into 10 raised to minus 4 എന്ന് വരും. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 into 10 raised to minus 44 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. 8 into 10 raised to minus 44. ആൻസർ ഈസ് ഓപ്ഷൻ സി, 8 into 10 raised to minus 44. ക്ലിയർ? യെസ്, ആൻസർ കിട്ടുന്നുണ്ട്, ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ തന്നെ പോട്ടെ, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക, എന്നിട്ട് ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുക, ഫുൾ മാർക്ക് അടിക്കുക, നല്ല റാങ്ക് മേടിക്കുക, നല്ല അഡ്മിഷൻസ് കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ filled with a 0.02 molar KCl solution is 520 ohm at 298 Kelvin. The conductivity of the solution at 298 Kelvin is cell constant 130 centimeter inverse എന്ന് തന്നിരിക്കുന്നു. ഇപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ, ഇത് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ദ കണ്ടക്ടിവിറ്റി കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ജി സ്റ്റാർ, അല്ലേ? പഠിച്ചിട്ടുണ്ട്. കാപ്പ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, ജി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ്, ജി സ്റ്റാർ എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റൻറ്റ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ ഫിൽഡ് വിത്ത് 0.02 മോളർ KCl സൊല്യൂഷൻ ഈസ് 520 ohm at 298 Kelvin. കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ അറ്റ് 298 Kelvin ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടക്ടിവിറ്റി കാപ്പയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് ജി അഥവാ കണ്ടക്റ്റൻസ് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റൻസ്, അത് കണ്ടക്റ്റൻസ് ആണ്, 1 റെസിസ്റ്റൻസ് കണ്ടക്റ്റൻസ് ആണ്, ഇൻറ്റു ജി സ്റ്റാർ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാപ്പ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 520 ohm. 520 ഇൻറ്റു ദ സെൽ കോൺസ്റ്റൻറ്റ് 130 എന്ന് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ 0.25 കിട്ടും, അല്ലേ? 130 25 ഓക്കെ, 0.25 Siemens centimeter inverse എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. യെസ്, ഓക്കെ, യെസ്, കറക്റ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 31. The quantity of electricity required to produce 18 gram of aluminium from molten Al2O3 is atomic mass of aluminium 27. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. Al2O3 ആണ്. Al2O3 കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 അലുമിനിയം 3+ കിട്ടും, അതുപോലെ തന്നെ 3 ഓക്സിജൻ റേസ്ഡ് 2- കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന അലുമിനിയം 3+ ആണ്. ഒരു അലുമിനിയം 3+ 3 ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്താലേ അലുമിനിയം ആകാൻ സാധിക്കും. 3 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 3 ഫാരഡേ ആണ്. അപ്പോൾ നമ്മൾ 3 ഫാരഡേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചാൽ 1 മോൾ അലുമിനിയം അഥവാ 27 ഗ്രാം അലുമിനിയം നമുക്ക് കിട്ടും. ഓക്കെ, 1 മോൾ അഥവാ 27 ഗ്രാം അലുമിനിയം നമുക്ക് കിട്ടും 3 ഫാരഡേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചാൽ. നമുക്ക് 27 ഗ്രാം വേണ്ട, നമുക്ക് എത്ര മതി? 18 ഗ്രാം മതി. അങ്ങനെയെങ്കിൽ 18 ഗ്രാം അലുമിനിയം മതി എന്നല്ലേ പറഞ്ഞു, ടു പ്രൊഡ്യൂസ് 18 ഗ്രാം ഓഫ് അലുമിനിയം. അങ്ങനെയെങ്കിൽ 18 ഗ്രാം അലുമിനിയം കിട്ടാൻ എത്ര ഫാരഡേ വേണമെന്ന് അറിയില്ല, അത് എക്സ് ഫാരഡേ എന്ന് നമ്മൾ അങ്ങ് എടുത്തു. 3 ഫാരഡേ എടുത്താൽ 27 ഗ്രാം കിട്ടും. അങ്ങനെയാണെങ്കിൽ 18 ഗ്രാം കിട്ടാൻ എത്ര വേണമെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ജസ്റ്റ് എക്സ് ഫാരഡേ അങ്ങ് എടുക്കാം. ഇനി എക്സ് കണ്ടുപിടിച്ചാൽ ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് അങ്ങോട്ട് എടുക്കുക, ബാക്കിയെല്ലാം ഇപ്പുറത്തേക്ക് മാറ്റുക. അങ്ങനെയെങ്കിൽ എക്സ് ഫാരഡേ, എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 18 × 3 ഡിവൈഡഡ് ബൈ 27 വരും. 18 × 3 ഡിവൈഡഡ് ബൈ 27 ചെയ്താൽ എത്ര കിട്ടുക? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ, എത്രയാണ്? 18 × 3 ഡിവൈഡഡ് ബൈ 27. ഇപ്പോൾ 27 എന്ന് പറയുമ്പോൾ നമുക്കിത് വെട്ടിക്കഴിഞ്ഞാൽ 9 കൊണ്ട് വെട്ടാം, അല്ലേ? 9 18 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാരഡേ എന്ന് നമുക്ക് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 2 ഫാരഡേ. യെസ്, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ ദാറ്റ് ഈസ് 2 ഫാരഡേ. മനസ്സിലായല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യനൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 2 ഫാരഡേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. Which of the following liquid pair show negative deviation from Raoult's law? നമ്മുടെ സൊല്യൂഷൻ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സൊല്യൂഷൻ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും ഒബേ ചെയ്യുന്നവരാണ്. അവരുടെ ഡെൽറ്റ എച്ച് മിക്സ് വാല്യൂ 0 ആണ്, ഡെൽറ്റ വി മിക്സ് വാല്യൂ 0 ആണ്. എ ബി ബി ടൈപ്പ് ഇൻട്രാക്ഷൻസ് എല്ലാം സിമിലർ ആണ്.
അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ തരുന്നവരും നെഗറ്റീവ് ഡീവിയേഷൻ തരുന്നവരും. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് തരുന്നതെങ്കിൽ AB ടൈപ്പ് ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ AA ആൻഡ് BB ആണ്. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ΔH മിക്സ് ΔV മിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് തരുന്നതെങ്കിൽ AB ടൈപ്പ് ഇൻട്രാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ AA ആൻഡ് BB ആണ്. ΔH മിക്സും ΔV മിക്സും നോട്ട് ഈക്വൽ ടു 0 ആണ്. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിക്വിഡ് പെയർ ഷോ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എന്നാണ്. ഓപ്ഷൻ എ വരുന്ന ഫിനോൾ അനിലീൻ, തീർച്ചയായിട്ടും ഫിനോൾ അനിലീൻ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ് തരിക. അസറ്റോൺ കാർബൺ ഡൈസൾഫൈഡ് അല്ല, ബെൻസീൻ ടൊളുവീൻ അല്ല, നോർമൽ ഹെക്സൈൻ നോർമൽ ഹെപ്റ്റൈൻ അല്ല, ബ്രോമോ ഈതേൻ ക്ലോറോ ഈതേൻ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. എക്സാമ്പിളുകൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, എസ്പെഷ്യലി NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അതായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷനും കൃത്യമായ എക്സാമ്പിളുകൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആ എക്സാമ്പിളുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം എക്സാമിന് KEAM എക്സാം എഴുതാൻ പോകാൻ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The molarity of a solution containing 8 gram of NaOH, molar mass 40 gram per mole in 250 ml of solution is എന്നാണ് ചോദ്യം. മൊളാരിറ്റി കണ്ടുപിടിക്കണം. എന്താണ് മൊളാരിറ്റി? Molarity is the total number of moles of solute present per liter of the solution. നിങ്ങൾ 1 ലിറ്റർ സൊല്യൂഷൻ കളക്ട് ചെയ്താൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സൊല്യൂട്ടും ഉണ്ട് സോൾവെൻറ്റും ഉണ്ട്. അതിനുള്ളിൽ ആ 1 ലിറ്റർ സൊല്യൂഷൻ്റെ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളിന് പറയുന്ന പേരാണ് മൊളാരിറ്റി. 1 ലിറ്റർ സൊല്യൂഷൻ നമ്മളൊരു ബീക്കറിനകത്ത് എടുത്താൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ എത്ര എണ്ണം ഉണ്ടോ അതിന് പറയുന്ന പേരാണ് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷൻ്റെ അകത്ത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ധാരാളം ഇക്വേഷൻസ് ഉണ്ട്. മൊളാരിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഗിവൺ മാസ് ബൈ മോളാർ മാസ് യൂസ് ചെയ്യാം. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഓൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി വോളിയം മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് ലിറ്ററിലേക്ക് നമ്മൾ മാറ്റണം. അതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ മൊളാരിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ മൊളാരിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram of NaOH, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 8 gram, ഓൾ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 40 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്ററിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 250. യെസ്, അപ്പോൾ ഇത് 4 വരും, ഇത് 10 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് 0.8. ആൻസർ 0.8 മോളാർ. ആൻസർ ഈസ് ഓപ്ഷൻ എ, 0.8 മോളാർ. യെസ്, കിട്ടിയോ? യെസ്, ദാറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇക്വേഷൻസ് പഠിക്കുക, കൺസെപ്റ്റുകൾ പഠിക്കുക, ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെയാണ്: the rate and rate constants of a reaction has the same unit, the order of the reaction is. ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ്. 2024 ചോദിച്ച ക്വസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് KEAM എക്സാമിൽ ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റൻസ് ഓഫ് എ റിയാക്ഷൻ ഹാസ് ദ സെയിം യൂണിറ്റ് എന്നാണ് ചോദ്യം. ഇപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിഫറെൻറ്റ് റിയാക്ഷൻസിൻ്റെ അതിന് മുമ്പ് എനിക്കറിയേണ്ട കാര്യം റേറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ടൈം ഇൻവേഴ്സ് എന്ന് കൊടുക്കുക. ടൈം ഇൻവേഴ്സ് ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയാം. ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ റേറ്റിൻ്റെ യൂണിറ്റ് എല്ലാത്തിൻ്റെയും റേറ്റിൻ്റെ യൂണിറ്റ് സെയിം ആണ്. ബട്ട് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഡിഫറെൻ്റ് തന്നെയാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെയും സെക്കൻഡ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും തേർഡ് ഓർഡറിൻ്റെ ഒക്കെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ: മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, സെക്കൻഡ് റേസ് ടു -1 അഥവാ ടൈം റേസ് ടു -1. ഇതാണ്
റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n എന്ന് പറയുന്നത് ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓർഡർ 0 കൊടുത്ത് നോക്കാം. 0 ഓർഡർ കൊടുത്ത് നോക്കാം. അഥവാ n-ൻ്റെ സ്ഥാനത്ത് നമുക്ക് 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മോൾ റേസ് ടു 1 - 0 ലിറ്റർ റേസ് ടു 0 - 1 ടൈം ഇൻവേഴ്സ്. ഒന്ന് നോക്കിക്കേ, മോൾ റേസ് ടു 1 - 0 എന്ന് പറഞ്ഞാൽ അത് മോളാണ്. ലിറ്റർ റേസ് ടു 0 - 1 പറഞ്ഞാൽ ലിറ്റർ റേസ് ടു -1 ടൈം ഇൻവേഴ്സ്. ഓക്കെ, ഇത് തന്നെയാണ് എന്തിൻ്റെ യൂണിറ്റും? റേറ്റിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും. റേറ്റിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും സെയിം ആകണമെങ്കിൽ ഓർഡർ 0 ആകണം. ഓക്കെ, ഓർഡർ 0 ആകുന്ന കേസിലാണ് റേറ്റിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും സെയിം ആവുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 0. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, the half-life period of a first order reaction is 1000 seconds. The rate constant is എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഇവരുടെയൊക്കെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് വേണം പോകാൻ. 0 ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് R0 / 2K ചെയ്താൽ മതി. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ 0.693 / K ചെയ്താൽ മതി. അതേപോലെ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻ്റഗ്രേറ്റർ റേറ്റ് കോൺസ്റ്റൻ്റ് അതിന് ടിക്ക് പകരം ടി ഹാഫും ആറിന് പകരം R0/2 ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഡറിൻ്റെ വേണമെങ്കിലും റേറ്റ് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് 0 ഓർഡറും ഫസ്റ്റ് ഓർഡറുമാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 / K ആണ്. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ. നമുക്ക് K ആണ് കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ K ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 / T ഹാഫ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് 0.693 / T ഹാഫ്. ടി ഹാഫ് എത്രയാണ് തന്നിരിക്കുന്നത്? 1000 സെക്കൻഡ്. ഓക്കെ, 1000 സെക്കൻഡ്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 / 10⁻³ അതിനെ താഴെ മേളിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് 0.693 × 10⁻³ എന്ന് വരും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 0.693 അല്ല, 0.6 ആണ് ബാക്കി ഓപ്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.93 × 10⁻⁻4 എന്ന് കിട്ടും. 6.93 × 10⁻⁻4. 6.93 × 10⁻2 അല്ല, 6.93 × 10⁻³ അല്ല, 6.93 × 10⁻4 second inwards. So the correct answer is option D. Okay, yes, 6.93 × 10⁻⁻4. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ വരിക. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, the rate law for the reaction A plus B giving product is rate is equal to concentration of A into concentration of B raised to 3/2. The total order of the reaction. എന്താണ് ഓർഡർ? ഓർഡറിൻ്റെ ഡെഫിനേഷൻ തന്നെ ഇറ്റ് ഈസ് എ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈം ഇൻ എ റേറ്റ് ലോ ഇക്വേഷൻ. ഇറ്റ് ഈസ് എ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈം ഇൻ എ റേറ്റ് ലോ ഇക്വേഷൻ. ഇവിടെ റേറ്റ് ലോ ഇക്വേഷൻ ഡയറക്റ്റ് ക്വസ്റ്റിനെ തന്നിരിക്കുകയാണ്. റേറ്റ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു rate R is equal to concentration of A into concentration of B raised to 3/2 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ടൈമുകൾ ഇവിടെ ഒരു K ഇവിടെ ഉണ്ട്. കോൺസെൻട്രേഷൻ ടൈമുകളുടെ പവറിൻ്റെ സം എടുത്താൽ മതി. ഇപ്പോൾ എയും ബിയും ആണ് കോൺസെൻട്രേഷൻ ടൈം. അതിൻ്റെ എയുടെ പവർ വരുന്നത് 1 ആണ്. ഓവറോൾ ഓർഡർ n is equal to sum of the power 3/2. That is equal to 2 + 3 5/2. That is equal to 2.5. Yes, 2.5. So the correct answer is option B. ഓർഡറിൻ്റെ ഡെഫിനേഷൻ തന്നെ റേറ്റ് ലോയ്ക്കകത്ത് തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറിൻ്റെ സം എടുത്താൽ മതി. റേറ്റ് ലോയിൽ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറിൻ്റെ സം എടുത്താൽ മതി. ഇറ്റ് ഈസ് എ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേം ഇൻ എ റേറ്റ് ലോ ഇക്വേഷൻ. റേറ്റ് ലോ ഇക്വേഷനിലുള്ള കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറിൻ്റെ സം എടുത്താൽ മതി. സോ ദ കറക്റ്റ് ആൻസർ 2.5. ഓക്കെ, യെസ്. നെക്സ്റ്റ്, which of the following 3D block element exhibit +2 3D block element exhibit +2 +3 +4 +5 +6 +7 oxidation state? നമുക്കറിയാം 3D സീരീസ് അഥവാ 3D ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമുക്ക് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ നമ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന എലമെൻറ്റ് മാംഗനീസ് ആണ്.
മാംഗനീസിന് +2 +3 +4 +5 +6 ആൻഡ് +7 ഓക്സിഡേഷൻ നമ്പറുകൾ കാണിക്കാൻ വേണ്ടി സാധിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് മാംഗനീസ്, ഓപ്ഷൻ ഡി, മാംഗനീസ്. ഓക്കെ, അതിന് +2 തൊട്ട് +7 വരെയുള്ള എല്ലാ ഓക്സിഡേഷൻ നമ്പറുകളും എക്സിബിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു എലമെൻ്റ് ആണ് നമ്മുടെ മാംഗനീസ് എന്ന് പറയുക. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 38. ലാന്തനോയിഡ്സ് ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗീവ്. ലാന്തനോയിഡ്സിൻ്റെ സംതിങ് കെമിക്കൽ റിയാക്ഷൻസ് ഒരു ഡയഗ്രാം പോലെ ഡി ആൻഡ് എഫ് ലോക്ക് എലമെൻസിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന എല്ലാ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളുടെയും ഫോർമാറ്റുകളൊന്ന് പഠിച്ചിട്ട് വേണം എൻട്രൻസ് എക്സാമിന് പോകാൻ. ഓക്സിജൻ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, നൈട്രജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അങ്ങനെ പല ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഒരു സർക്കുലർ ഡയഗ്രാം പോലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കി വെരിഫൈ ചെയ്ത് അതിൻ്റെ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഒറിജിനൽ എക്സാമിന് പോകാവൂ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാന്തനോയിഡ്സ് ബേൺ ഇൻ ഓക്സിജൻ ആണ്. ലാന്തനോയിഡ്സ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്താൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് Ln2C3 ആണ്. Ln2C3 അല്ല, Ln2O3. ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്താൽ Ln2O3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. യെസ്, അത് നോക്കിയിട്ട് പോകണം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ സ്ട്രക്ചർ ഓഫ് MnO4- അയോണീസ്. MnO4- MnO4-2- സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ ആണ്. നിങ്ങൾ ഈ MnO4- സ്ട്രക്ചറും MnO4-2- സ്ട്രക്ചറും ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും, അതായത് മാംഗനേറ്റ്, പെർമാംഗനേറ്റ്, ക്രോമേറ്റ്, ഡൈക്രോമേറ്റ്, ഇത്രയും ആൾക്കാരുടെ സ്ട്രക്ചർ പഠിച്ചിട്ട് വേണം പോകാൻ. നമ്മുടെ സിലബസിലുള്ളതാണ്. മാംഗനേറ്റും പെർമാംഗനേറ്റും ടെട്രാഹെഡ്രലാണ്. ക്രോമേറ്റ് ടെട്രാഹെഡ്രലാണ്. ഡൈക്രോമേറ്റിൽ 2 ക്രോമേറ്റ് ടെട്രാഹെഡ്ര ഒരു ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് കാണപ്പെടുക. ഓർക്കുന്നുണ്ടല്ലോ? യെസ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ MnO4- ആണ്, ടെട്രാഹെഡ്രലാണ് സ്ട്രക്ചർ വരിക. മാംഗനീസ് ഉണ്ട്, ഒരു ഓക്സിജൻ, രണ്ടാമത്തെ ഓക്സിജൻ, ഒരു ഓക്സിജനിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇട്ടിട്ട് കാണിക്കാം. ഓക്കെ, യെസ്, ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ, ടെട്രാഹെഡ്രൽ. യെസ്, മാംഗനേറ്റും പെർമാംഗനേറ്റും ടെട്രാഹെഡ്ര. ഓക്കെ, ഈ MnO4- MnO4-2- ഇവർ രണ്ടുപേരും ടെട്രാഹെഡ്രലാണ്. ഇനി ടെട്രാഹെഡ്രയുടെ സിമ്പിളാണ് TD കേട്ടോ. അതുപോലെ തന്നെ CrO4-2- ടെട്രാഹെഡ്രാണ്. Cr2O7-2- ആണ്. 2 ടെട്രാഹെഡ്ര ഒരു ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യപ്പെട്ട സ്ട്രക്ചറുകൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. The coordination number of platinum and iron in the complex PtCl6 2- and FeC2O4 tries 3- are respectively. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. കോർഡിനേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് നമ്പർ ഓഫ് ലിഗാൻഡ് ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, നമ്പർ ഓഫ് ലിഗാൻഡ് ഇൻറ്റു ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് PtCl6 ആണ്. PtCl6 ഈ കോംപ്ലക്സിൻ്റെ കോർഡിനേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇവിടെ നമ്പർ ഓഫ് ലിഗാൻഡ് 6 ആണ്, ഡെൻസിറ്റി 1 ആണ്, 6 എന്ന് കിട്ടും. ഓക്കെ, കോർഡിനേഷൻ നമ്പർ 6. അടുത്തത് തന്നിരിക്കുന്നത് FeC2O4 ട്രൈസ് 3- ആണ്. FeC2O4 ട്രൈസ് 3-. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കോർഡിനേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലിഗാൻഡ് 3 ആണ്, ഡെൻസിറ്റി ഇത് ഓക്സലേറ്റ് ആണ്, ഓക്സലേറ്റിൻ്റെ ഡെൻസിറ്റി 2 ആണ്. അപ്പോൾ ഡെൻസിറ്റി 2 അതും 6 തന്നെ വരും. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും കോർഡിനേഷൻ നമ്പർ 6 ആണ് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 6 and 6. PtCl6ൻ്റെ അകത്തും 6, ഇതിൻ്റെ അകത്തും 6 തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 6 and 6. ഓക്കെ, യെസ്. നെക്സ്റ്റ് question number 41. Which of the following is used in the treatment of lead poisoning? നമ്മുടെ കോർഡിനേഷൻ നമ്പർ ചാപ്റ്ററിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ അവിടെ തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. അത്തരം ഒരു ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ലെഡ് പോയിസണിങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത് EDTA ഉപയോഗിച്ചുകൊണ്ടാണ്. ലെഡ് പോയിസണിങ് ഈസ് ട്രീറ്റഡ് വിത്ത് EDTA. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, EDTA. ഓക്കെ, DMG അല്ല, ക്യുപ്രോൺ അല്ല, ആൽഫ നൈട്രോസോ ബീറ്റോ നാഫ്തോൾ അല്ല, ഇത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് അതുമല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ COF6 3- ഈസ്.
നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് COF6 3- ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വിത്തിൻ ദിസ് കോംപ്ലക്സ് എക്സ് നമുക്കറിയില്ല. ഫ്ലൂറിൻ്റെ ചാർജ് -1 ആണ്. 6 പേരുണ്ട് -6. ടോട്ടൽ ചാർജ് -3x ദാറ്റ് ഈസ് ഈക്വൽ ടു +3 അഥവാ കൊബാൾട്ട് 3+ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. കൊബാൾട്ട് 3+ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 4s 0 ആണ്. കാരണം കൊബാൾട്ട് 3d7 4s 2 ആണ്. കൊബാൾട്ട് 3+ ആകുമ്പോൾ 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. ദെൻ ദ റിമൈനിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 4s 0 ആണ്. നമുക്ക് ജസ്റ്റ് ഡയഗ്രത്തിൽ ഇലക്ട്രോൺ എന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഡിക്കകത്ത് 5 ഓർബിറ്റൽസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് ആണ് വരിക. 1 2 3 4 5 and 6. ഓക്കെ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് ചോദ്യം. ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നും കൂടെ നോക്കണം. ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അൺപെയ്ഡ് ഇലക്ട്രോണുകളെ പെയർ ചെയ്യും. ഇവിടെ തന്നിരിക്കുന്നത് ഫ്ലൂറൈഡ് ആണ് ലിഗാൻഡ് വീക്ക് ലിഗാൻഡ് ആണ്. വീക്ക് ലിഗാൻഡിന് ഒരിക്കലും അൺപെയ്ഡ് ഇലക്ട്രോണെ പെയർ ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇവിടെയുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് സ്റ്റിൽ അവിടെ പ്രസൻറ്റ് ചെയ്യും. ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതേസമയം ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ ആൻസർ ഇത് വരില്ല. കാരണം ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ അത് അൺപെയ്ഡ് ഇലക്ട്രോണുകളെ പെയർ ചെയ്യും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണം, ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇൻ എ ഫോളോവിങ് കോമ്പൗണ്ട്? ആ കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. CH3 ആണല്ലോ, ഇത് ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ, CH3. അടുത്തത് CH ആണ്, അടുത്തത് ഡബിൾ ബോണ്ട് C ആണ്, ഡബിൾ ബോണ്ട് CH ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ബോണ്ട് C ആണ്, ട്രിപ്പിൾ ബോണ്ട് C ആണ്, H ഉണ്ട്. യെസ്, ഇതിൻ്റെ അകത്ത് എത്ര സിഗ്മ ബോണ്ട് എന്നാണ് ചോദ്യം അല്ലേ? വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇൻ ദ ഫോളോവിങ്? ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊരു സിഗ്മ ബോണ്ടാണ് 1, ഇതും സിഗ്മ ബോണ്ട് 2 3 4 5. പൈ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മ ആണ്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 ഇതെല്ലാം നമുക്ക് സിഗ്മ ബോണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റി വരയ്ക്കാം. ഇതിൻ്റെ അകത്തും ഒരെണ്ണം സിഗ്മ ബോണ്ടാണ്, ഇത് സിഗ്മ ബോണ്ടാണ്, ഇത് സിഗ്മ ബോണ്ടാണ്, ഇതിൽ ഒരെണ്ണം സിഗ്മ ബോണ്ടാണ്, ഇതും സിഗ്മ ബോണ്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 2 3 4 5 6 7 8 9 10 and 11. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 11. ഓക്കെ, യെസ്. അപ്പോൾ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരച്ചാൽ മാത്രം മതി. ഇതൊക്കെ കീമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എത്രയോ സിമ്പിളാണ് കീം അല്ലേ? ഓക്കെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ്. നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ആൻസർ കിട്ടുന്ന ഉറച്ച് വിശ്വസിക്കുക, അങ്ങനെ തന്നെ സംഭവിക്കും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോവിങ് കാർബോക്യാറ്റോൺ ഈസ് എന്നാണ് ചോദ്യം. കാർബോക്യാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ടേർഷറി കാർബോക്യാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി. ഓക്കെ, അതിൻ്റെ റീസൺസ് നിങ്ങൾക്കറിയാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ട്, അങ്ങനെ പല റീസൺസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഇതിനെ ഞാൻ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് വരച്ച് കാണിക്കാം. ഇവിടെ കാർബൺ ആറ്റം ഉണ്ട്, അതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിലേക്ക് 3 CH3 ഗ്രൂപ്പുകൾ ഒരേ സമയം അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. 3 CH3 ഗ്രൂപ്പുകൾ ഒരേ സമയം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതൊരു ടേർഷറി കാർബോക്യാറ്റോൺ ആണ്. സെക്കൻഡ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ CH2+ ഉണ്ട്, ഇത് C ഉണ്ട്, അതുപോലേക്ക് CH3, ഇത് CH ആവട്ടോ, ഇത് CH3 ട്വൈസ് ആണ്, CH3 ട്വൈസ്. ഓക്കെ, ഇത് CH ഉണ്ട് ഇവിടെ, CH3 ട്വൈസ്. അത് അടുത്ത് തന്നിരിക്കുന്നത് CH3 CH+ CH2 CH3 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതാണ് ടേർഷറി കാർബോക്യാറ്റോൺ വരിക. ടേർഷറി കാർബോക്യാറ്റോൺ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ആരാ? ഓപ്ഷൻ ഡി ആ? ഏതാ ഓപ്ഷൻ ഡി? ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഓക്കെ മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ടേർഷറി കാർബോക്യാറ്റോൺ. ടേർഷറി കാർബോക്യാറ്റോൺ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമുക്കറിയാം. ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാർബോക്യാറ്റോൺ ആണ്. ഇത് അതേസമയം പ്രൈമറി കാർബോക്യാറ്റോൺ ആണ്, ഇത് സെക്കൻഡറി കാർബോക്യാറ്റോൺ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് 3 ആണ്, ഏറ്റവും മിനിമം സ്റ്റെബിലിറ്റി ഉള്ളത് 2 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. യെസ്, 1 3 2. യെസ്. ഓക്കെ, കിട്ടിയോ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്,
Which of the following is the most reactive in aromatic electrophilic substitution reaction? Aromatic electrophilic substitution reaction. Electrophile ആണ് വരേണ്ടത്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷ്യസ് ആണ്. അവർ ഓൾറെഡി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി അങ്ങോട്ടേക്ക് ഇലക്ട്രോണെ കൊടുക്കാൻ കഴിവുള്ള ആരെങ്കിലും, അഥവാ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, ഈ ബെൻസീൻ റിങ്ങിൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നയാൾ ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോഫൈൽ പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ്, അവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇത്തരം ആൾക്കാർ വരുന്ന സമയത്ത് ഈ ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സംതിങ് ഗ്രൂപ്പ് എക്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയും അങ്ങനെ ഇലക്ട്രോഫൈലിൻ്റെ അങ്ങോട്ടേക്കുള്ള അപ്രോച്ച് ഈസിയാക്കി മാറ്റുകയും ചെയ്യും. അവർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ആക്ടിവേറ്റ് ചെയ്യും. അതേ സ്ഥാനത്ത് ഇവിടെ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർ ഇവിടുന്ന് ഇലക്ട്രോണെ വീണ്ടും വിഡ്രോ ചെയ്യും. ബെൻസീൻ റിങ്ങിൽ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പോസിറ്റീവ് ചാർജുള്ള ബെൻസീൻ റിങ്ങിൻ്റെ അടുത്തേക്ക് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈൽ അപ്രോച്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈലിൻ്റെ വരവിനെ അവർ ആക്ടിവേറ്റ് ചെയ്യില്ല, ഡീആക്ടിവേറ്റ് ചെയ്യും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് റിയാക്റ്റീവ് ഇൻ അറോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെൻസീന് ഒന്നാമത്തെ ഓപ്ഷൻ, അടുത്തത് ക്ലോറോ ബെൻസീൻ തന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഫിനോൾ തന്നിട്ടുണ്ട്, നെക്സ്റ്റ് ബെൻസാൾഡിഹൈഡ് തന്നിട്ടുണ്ട്, നൈട്രോ ബെൻസീൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഫിനോൾ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഫിനോൾ ആണെങ്കിൽ ഇതിൻ്റെ ഫിനോൾ ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഫിനോൾ OH. ഫിനോളിൻ്റെ പ്രത്യേകത അത് H+നെ റിലീസ് ചെയ്യും. H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീനോക്സൈഡ് അയോൺ ആയിട്ട് മാറും. ഈ ഫീനോക്സൈഡ് അയോണിന് ഇങ്ങനെ റെസണൻസിൽ പങ്കെടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇലക്ട്രോണെ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ പൈ ഇലക്ട്രോണിലൂടെ അങ്ങോട്ടേക്ക് ഇലക്ട്രോണെ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്ത് ബെൻസീൻ റിങ്ങിനെ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഇലക്ട്രോൺ റിച്ച് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഫൈലിൻ്റെ വരവ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ബെൻസീൻ റിങ് ഹൈലി ഇലക്ട്രോൺ റിച്ച് ആകുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ധാരാളം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈലിൻ്റെ അപ്രോച്ച് വളരെ ഈസി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അവർ ആക്ടിവേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ഇൻ അറോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വരും, ഫിനോൾ. ബിക്കോസ് ഫിനോള് ഇലക്ട്രോണെ ഫീനോക്സൈഡ് അയോൺ ഇലക്ട്രോണെ ബെൻസീൻ റിങ്ങിലേക്ക് കൊടുക്കും. എങ്ങനെ? റെസണൻസ് വഴി പൈ ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ് മതി. അങ്ങനെ ബെൻസീൻ റിങ് ഇലക്ട്രോൺ റിച്ച് ആകും, ഇലക്ട്രോഫൈലിൻ്റെ വരവ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് നോൺ ആസ്. ഇവിടെ നോക്കിക്കേ, CH3Br പ്ലസ് AgF ഗീവ്സ് CH3F പ്ലസ് AgBr ആണ് വരിക. CH3Br പ്ലസ് AgF ഗീവ്സ് CH3F പ്ലസ് AgBr. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഹാലജൻ്റെ എക്സ്ചേഞ്ച് ആണ് സംഭവിച്ചിരിക്കുക, അല്ലെ? ഹാലജൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു, ബ്രോമിൻ പോയി ആ സ്ഥാനത്തേക്ക് ഫ്ലൂറിൻ വന്നു. അപ്പോൾ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ രണ്ടെണ്ണം നമുക്ക് നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ഹാലോ അറൈൻസിൽ പഠിക്കാനുണ്ട്, അല്ലേ? നമ്മുടെ ഒരു ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്വാർട്സ് റിയാക്ഷൻ ഉണ്ട്. ഇവിടെ ഫ്ലൂറൈഡിൻ്റെ എക്സ്ചേഞ്ച് ആണ് സംഭവിച്ചിരിക്കുന്നത്. അത് സംഭവിക്കുന്ന സ്വാർട്സ് റിയാക്ഷൻ വഴിയാണ്. ഫിംഗിൾസ്റ്റൈൻ അല്ല, റൂട്ട്സ് റിയാക്ഷൻ അല്ല, സാൻമേഴ്സ് റിയാക്ഷൻ അല്ല, വില്യംസ് റിയാക്ഷൻ അല്ല, സ്വാർട്സ് റിയാക്ഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ, യെസ്, ഹാലജൻ എക്സ്ചേഞ്ച്. നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ഹാലോ അറൈൻസ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു, അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. The reagent and condition X required for the following conversion. ഇവിടെ നോക്കിയാൽ ഒരു ഹാലോ അറൈനയിലെ ക്ലോറിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹാലോ അറൈൻസിൽ ഇത്തരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് കുറേയധികം റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബോണ്ടിന് ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും, റെസണൻസ് വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കാണ്, എസ് ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല 3-4 ഡിഫറെൻറ്റ് റീസൺസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാലോ അറൈൻസിൽ ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കമ്പാരിറ്റീവ്ലി വളരെ ഡിഫിക്കൽട്ടാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ സ്ട്രോങ് കണ്ടീഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് സാധ്യമാകും. ഇവിടെ ക്ലോറിനെ മാറ്റിയിട്ട് OH ആണ് കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ NaOH ഉപയോഗിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ. ഇവിടെ വാട്ടറാണ് തന്നിരിക്കുന്നത്, പറ്റില്ല. ഇവിടെ KOH പറ്റില്ല, അവിടെ തന്നിരിക്കുന്നത് NaOH പറ്റും. ഇവിടുത്തെ NaOH ആണ് തന്നിരിക്കുന്നത്, ഓക്കെയാണ്, NaOH ഓക്കെയാണ്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷൻ വേണം. ഇവിടുത്തെ ടെമ്പറേച്ചർ 368 കെൽവിൻ മാത്രമേ ഉള്ളൂ, അത് പറ്റില്ല.
ഓക്കെ, ഇത് വാം ചെയ്താലൊന്നും പറ്റില്ല. വാം ചെയ്താലൊക്കെ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർത്തോ പാരാ പൊസിഷൻസിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടാകണം. അതില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാം ചെയ്താലൊന്നും ഈ പരിപാടി നടക്കത്തില്ല. അപ്പോൾ NaOH എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള റിയേജൻറ്റ് വേണം. വളരെ സ്ട്രോങ് കണ്ടീഷൻ 623 കെൽവിൻ ടെമ്പറേച്ചറും 300 അറ്റ്മോസ്ഫിയർ ആൻഡ് H+ അസിഡിക് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിയേജൻറ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷൻസും കൊടുത്തെങ്കിൽ മാത്രമേ അരയിൽ ഹാലൈറ്റ്സിൽ ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് സംഭവിക്കും. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഓർത്തോ പാരാ പൊസിഷൻസിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ഇല്ല എങ്കിൽ ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. സ്ട്രോങ് കണ്ടീഷൻസ്, ഹൈ ടെമ്പറേച്ചർ, പ്രഷറൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഇവിടെ ഉള്ളതിൽ സ്ട്രോങ് ടെമ്പറേച്ചർ, സ്ട്രോങ് പ്രഷർ ഇൻ പ്രസൻസ് ഓഫ് NaOH ആൻഡ് അസിഡിക് മീഡിയം H+. Okay, so correct answer option E. Next, phenol can be converted into salicylaldehyde by എന്നാണ് ചോദ്യം. സാലിസിലാൽഡിഹൈഡ് ആക്കി മാറ്റണം. ഓക്കെ, കോൾബ്സ് റിയാക്ഷൻ ഉണ്ട്, വില്യംസൺസ് റിയാക്ഷൻ ഉണ്ട്, എറ്റാഡ് റിയാക്ഷൻ ഉണ്ട്, റൈമർ-ടൈമൻ റിയാക്ഷൻ ഉണ്ട്, സ്റ്റീഫൻ റിയാക്ഷൻ ഉണ്ട്. സാലിസിലാൽഡിഹൈഡ് വളരെ കോമൺ ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു നെയിംഡ് റിയാക്ഷൻ അല്ലേ. ഫിനോൾ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സാലിസിലാൽഡിഹൈഡ്. പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഇത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷനാണ്. യെസ്, കറക്റ്റ്. ഏത്? റൈമർ-ടൈമൻ റിയാക്ഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷനാണ് അല്ലേ. ഫിനോളിനെ സാലിസിലാൽഡിഹൈഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷൻ ദാറ്റ് ഈസ് റൈമർ-ടൈമൻ റിയാക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. കിട്ടിയോ? യെസ്. ഓക്കെ, ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അതിലേക്കും കൂടെ വരാം. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്കും കൂടെ നമ്മൾ വരികയാണ്. ഓക്കെ, ഇതല്ലേ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ്. ഓർഡർ ഓഫ് ഡിക്രീസിങ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലേറ്റ് ആനയോണായിട്ട് മാറും. അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അതേസമയം ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് H+നെ റിലീസ് ചെയ്ത് സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. അതാണ് എൻ്റെ കൺസെപ്റ്റ് വരിക. H+നെ റിലീസ് ചെയ്താൽ ഉണ്ടാകുന്ന കാർബോക്സിലേറ്റ് ആനയോൺ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ്. ആ ഉണ്ടാകുന്ന കാർബോക്സിലേറ്റ് ആനയോണിലെ നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അത് H+നെ വിട്ട് കൊടുത്തിട്ട് സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് നോക്കിയാൽ മതി. ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ NO2 ഉണ്ട്, ഇവിടെ സയനൈഡ് ഉണ്ട്. ഏറ്റവും ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് NO2 തന്നെയാണ്. അപ്പോൾ NO2 വരുന്ന കേസിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നെഗറ്റീവ് ചാർജ് H+ റിലീസ് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന നെഗറ്റീവ് ചാർജ് വിഡ്രോ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് H+നെ കൊടുക്കുന്നതും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് NO2 ഉള്ള സമയത്ത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് CN- ആണ്. അപ്പോൾ CN വരുന്ന കേസിലും ഇതേപോലെ തന്നെ അത് സ്ട്രോങ് ആയിട്ട് H+നെ വിട്ട് കൊടുക്കും. കാരണം നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യാൻ അതിനെക്കൊണ്ട് സാധിക്കും. പിന്നെ ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ കമ്പയർ ചെയ്താൽ ക്ലോറിനേക്കാളും മോർ സ്ട്രോങ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. വളരെ പെട്ടെന്ന് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ് വഴി അഥവാ -I എഫക്റ്റ് വഴി ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്നത് ഫ്ലൂറിനാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഏറ്റവും കൂടുതൽ പവർ വരുന്നത് ഈ ഫ്ലൂറിൻ വരുന്ന കേസിലും ഉള്ളതിൽ ഏറ്റവും വീക്ക് ആസിഡായിട്ട് ക്ലോറിൻ ഉള്ള കേസുമാണ്. സോ ദ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, അഥവാ -I ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ആസിഡിൻ്റെ സ്ട്രെങ്തും കൂടും. കാർബോക്സിലിക് ആസിഡിൽ -I ഗ്രൂപ്പുള്ള ഡിഫറെൻറ്റ് -I ഗ്രൂപ്പുകൾ സെയിം പൊസിഷൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും സ്ട്രോങ് -I ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് അതായിരിക്കും ഏറ്റവും സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അതാണ് എൻ്റെ കൺസെപ്റ്റ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ. നെക്സ്റ്റ് വൺ, the increasing order of acidic strength of the following carboxylic acid is. കാർബോക്സിലിക് ആസിഡ് ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് കാർബോക്സിലിക് ആസിഡ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാലേ കാണാൻ സാധിക്കുന്നത് ഇത് COOH ഉണ്ട്. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കാണിക്കാം. ഈ ഒരു കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 3 CH3 ഗ്രൂപ്പുകളാണ്. CH3 നമുക്കറിയാം CH3 എന്ന് പറഞ്ഞാൽ +I ഗ്രൂപ്പാണ്. ഇവിടെയും COOH ഉണ്ട്. അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരെണ്ണം ഹൈഡ്രജനും 2 പേര് CH3യുമാണ്. 2 CH3 ആണ്. CH3 എന്ന് പറഞ്ഞാൽ +I ഗ്രൂപ്പാണ്. അടുത്തതും COOH ഉണ്ട്. അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ 2 പേര് ഹൈഡ്രജൻ ആറ്റവും ഒരെണ്ണം CH3യുമാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് 3 CH3 ഗ്രൂപ്പും ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നവരാണ് +I ഗ്രൂപ്പാണ്. ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് ഇലക്ട്രോണെ പുഷ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഇലക്ട്രോണെ പുഷ് ചെയ്ത് കൊടുക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണെ പുഷ് ചെയ്ത് കൊടുക്കുന്ന ആളുടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ H+ റിലീസ് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന കാർബോക്സിലേറ്റ് ആനയുടെ സ്റ്റെബിലിറ്റി കുറയത്തേ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വീക്ക് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ആണ്. കാരണം ഇവിടുന്ന് H+ റിലീസ് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന കാർബോക്സിലേറ്റ് ആനയോണിലേക്ക് ഇലക്ട്രോണെ പുഷ് ചെയ്ത് കൊടുക്കും. നെഗറ്റീവ് ചാർജിൻ്റെ സ്ട്രെങ്ത് കൂടും, സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവുള്ളത് ഫസ്റ്റ് വണ്ണിനാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ 2 പേരാണ് ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളത്. ഇവിടെ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 2 പേര് ഇവിടെ കൊടുക്കുന്നത്രയും ഇലക്ട്രോണിൻ്റെ പുഷ് അങ്ങോട്ടേക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് H+നെ റിലീസ് ചെയ്യാൻ അതിനെക്കൊണ്ട് സാധിച്ചേക്കാം. ആസിഡിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇവിടെ ഒരാൾ മാത്രമാണ് ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡിക് സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി ഈ 3 പേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് തേർഡ് വണ്ണിനും തന്നെയാണ്. അപ്പോൾ ആസിഡിക് സ്ട്രെങ്തിൻ്റെ ഓർഡർ നോക്കുവാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് തേർഡ് വണ്ണാണ്, ദെൻ സെക്കൻഡ് വണ്ണ്, ദെൻ ഫസ്റ്റ് വണ്ണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ 1, 2, 3. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡി അല്ല, ഓപ്ഷൻ ഇ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reagent that can be used to reduce benzene diazonium chloride to benzene is benzene diazonium chloride to benzene. ഏത് റിയേജൻറ്റാ? നമുക്ക് ആൽക്കഹോൾ ഏത് ആൽക്കഹോളാണ് ഉപയോഗിക്കാൻ പറ്റുക? എത്തനോൾ ഉപയോഗിക്കുക അല്ലേ? എത്തനോളാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. റിയേജൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ടു ബെൻസീൻ, ദാറ്റ് ഈസ് എത്തനോൾ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, എത്തനോൾ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് ദ അമീൻ ആണ് ചോദിച്ചിരിക്കുക. അക്വസ് സൊല്യൂഷൻ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻ. അമീൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതിനെ പെട്ടെന്ന് റിലീസ് ചെയ്ത് കൊടുക്കുന്നവരെയാണ് നമുക്ക് ബേസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. എത്ര ഫാസ്റ്റായിട്ട് ഇലക്ട്രോണെ കൊടുക്കാൻ പറ്റുന്നോ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോണെ കൊടുക്കാൻ പറ്റുന്നോ, അതിനനുസരിച്ച് അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് അക്വസ് മീഡിയത്തിലാണ്. അക്വസ് മീഡിയത്തിൽ ഇൻഡക്റ്റീവ് എഫക്റ്റിനോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെറിക് ഹിൻഡ്രൻസ് തുടങ്ങിയവയും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് സോൾവേഷൻ, അതുപോലെ തന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇതെല്ലാം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരിഗണിച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻസിനാണ് ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് അക്വസ് മീഡിയത്തിലുള്ളത്. സെക്കൻഡറി, ദെൻ പ്രൈമറി, ദെൻ ടെർഷ്യറി, ദെൻ NH3. സെക്കൻഡറി, ദെൻ പ്രൈമറി, ദെൻ ടെർഷ്യറി, ദെൻ NH3. ഇതാണ് അക്വസ് മീഡിയത്തിൻ്റെ ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈ മീഥൈൽ അമീൻ സെക്കൻഡറി. ഓക്കെ, ദെൻ മീഥൈൽ അമീൻ പ്രൈമറി, ദെൻ ട്രൈ മീഥൈൽ അമീൻ ടെർഷ്യറി, ദെൻ അമീൻ NH3. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ വരിക. ആൻസർ ഈസ് ഓപ്ഷൻ എ വരും, കാരണം അത് അക്വസ് മീഡിയമാണ്. അക്വസ് മീഡിയത്തിലെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, tertiary greater than NH3. So the correct answer is option A in aqueous medium. Okay, yes, കാരണം അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ അമിനോ ആസിഡ്? എസെൻഷ്യൽ അല്ലാത്ത അമിനോ ആസിഡാണ് ചോദിച്ചിരിക്കുന്നത്. ലൈസിൻ ഉണ്ട്, തൈറോസിൻ എസെൻഷ്യൽ അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ ബി എടുക്കാം, തൈറോസിൻ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ള സമയത്ത് പരമാവധി നമ്മൾ ഫാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ അല്ല ഇനി വേണ്ടത്. ഇനി പരമാവധി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഉള്ള സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരിയേറെ ആൾക്കാർ എൻ്റെ കൂടെ ആൻസറുകളൊക്കെ കമൻറ്റ് ചെയ്തുണ്ടായിരുന്നു. അതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വരുന്ന മാത്സിൻ്റെ സെഷനിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സ്കോറുകളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ വരുന്ന കീം എക്സാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ, നല്ല അഡ്മിഷൻസ് കിട്ടട്ടെ എന്ന എല്ലാ വിഷസും അഡ്വാൻസ്ഡായിട്ട് നേരെയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ, അപ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. അപ്പോൾ എല്ലാ വിഷസും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ധൈര്യമായിട്ടിരുന്നോളൂ, ഉറച്ച് വിശ്വസിച്ചോളൂ. നമ്മൾ ഈ പ്രാവശ്യം കീം എക്സാമിൽ ഏറ്റവും ടോപ്പ് റാങ്കിലെത്തും. ഓക്കെ, 100% ഷുവറാണ്. ധൈര്യമായിട്ടിരുന്നു. ഓക്കെ, കാണാൻ പറ്റിയില്ല, ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മൾ ഈ ലൈവ് സെഷൻ ഇവിടെ കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. Okay, thank you so much. Brilliant Study Center, India's #1 coaching center for NEET and JEE.